ഹായ് ഓൾ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് സാർ. പഠിക്കുന്നുണ്ടോ? വായിച്ചു പഠിക്കുന്നുണ്ടോ സാറേ? സാർ റിപ്ലൈ പറയുന്നില്ലല്ലോ. പഠിക്കാതിരിക്കുന്ന ആളുകളെയൊക്കെ പിടിക്കാൻ പോവാ. കണ്ടു. നമുക്ക് ക്ലാസ് തുടങ്ങിയേക്കാം അല്ലേ? 11 പേരായി കയറുന്നേ ഉള്ളായിരിക്കും. അപ്പൊ നമുക്ക് 26ാമത്തെ ചാപ്റ്റർ ആണ് കലയും കാലവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സാം ഉണ്ടല്ലോ അല്ലെ? മോഡൽ എക്സാം വരുന്നുണ്ട്. അപ്പം നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന്റെ ഒരു പാറ്റേൺ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട. അപ്പൊ ഓരോ മോഡൽ എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാ മനസ്സിലാക്കുക അല്ലെ? അപ്പൊ നന്നായിട്ട് എഴുതൂ. അപ്പൊ നമുക്ക് 26ാമത്തെ ചാപ്റ്റർ കലയും കാലവും MB പോളിന്റെയാണ്. ഏറ്റവും കൂടുതൽ വൺ വേർഡ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കലയും കാലവും. അതിന്റെ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ. അത് ഏറ്റവും കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഉള്ളതിൽ. കലയും കാലവുമാണ് ഏറ്റവും കൂടുതൽ. പല ടൈപ്പിൽ നമ്മളോട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പെൻസിലോ പേനയോ ഒക്കെ എടുത്തോളൂ കയ്യില്. ഇനി ഞാൻ പറയുന്നത് എല്ലാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വൺ വേർഡുകളാണ്. അണ്ടർലൈൻ ചെയ്യാൻ പറയുക. അതെല്ലാം വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആരുടെയും മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കണേ. നമ്മുടെ ക്ലാസ്സിന് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചാറ്റിന്റെ അകത്ത് ടൈപ്പ് ചെയ്തിടണേ. അപ്പൊ ഓക്കെ, ചോദിച്ചോളൂ. എന്തായിരുന്നു? പേജ് നമ്പർ 236 ആണ് കേട്ടോ. പേജ് നമ്പർ 236 കലയും കാലവും MB പോളിന്റെ. ഇപ്പൊ പെൻസിൽ എടുത്തോളൂ കയ്യില്. ഒരു കലാകാരനെ സംവിധാനം ചെയ്യുന്ന ശക്തികൾ പലതാണ്. ജന്മസിദ്ധമായ വാസന, പൂർവ്വ കലാകാരന്മാരുടെ മാതൃക, അഭ്യാസ രീതി, ബഹുജനങ്ങളുടെ രുചി വൈചിത്ര്യം, സാമുദായിക ദർശനങ്ങൾ, ജീവിക സമ്പാദനം, ഇങ്ങനെ പലതും. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യൂ. ഒരു കലാകാരനെ സംവിധാനം ചെയ്യുന്ന ശക്തികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ വാസനയുണ്ട്, പൂർവ്വ കലാകാരന്മാരുടെ മാതൃകയുണ്ട്, അഭ്യാസ രീതിയുണ്ട്, ബഹുജനങ്ങളുടെ രുചി വൈചിത്ര്യമുണ്ട്, സാമുദായിക ദർശനങ്ങളുണ്ട്, ജീവിക സമ്പാദനമുണ്ട്. അപ്പൊ അത്രയൊന്ന് ഇൻവെർട്ടഡ് കോമയിലൊക്കെ ഇട്ട് വെച്ചോളൂ. അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും നമ്മളോട് ചോദിക്കും. ഒരു കലാകാരനെ സംവിധാനം ചെയ്യുന്ന ശക്തികളിൽ താഴെ പറയുന്നതിൽ ഏതാണ്? ചിലപ്പോൾ ജന്മവാസന എന്നായിരിക്കും, ജന്മസിദ്ധമായ വാസന എന്നായിരിക്കും തരിക. അല്ലെങ്കിൽ പൂർവ്വ കലാകാരന്മാരുടെ മാതൃക, അല്ലെങ്കിൽ അഭ്യാസ രീതി. ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒന്ന് തന്നേച്ചായിരിക്കും നമ്മളോട് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്തി വെച്ചോളൂ അത്. ഇവയിൽ ഏതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടതെന്ന് ശാസ്ത്രീയമായി നിർണ്ണയിക്കുക എളുപ്പമല്ല. ഇന്ന കാലത്ത് ഇന്ന ദേശത്ത് ഇന്ന കലാകാരൻ ഇന്നയെടുത്ത വിധത്തിൽ കലാസൃഷ്ടി ചെയ്തത് കൊണ്ടാണ് പൂർണ്ണമായും അസംയുക്തമായും നിശ്ചയിക്കണമെങ്കിൽ നമുക്ക് ഇന്നുള്ളതിനേക്കാൾ വളരെയധികം ശാസ്ത്രീയ വിജ്ഞാനം വേണ്ടിയിരിക്കുന്നു. ഇന്ന് ശൈശവ ദശയിലിരിക്കുന്ന പാരമ്പര്യ ശാസ്ത്രം ജന്മവാസനയെക്കുറിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ അശക്തമാണ്. അതുകൊണ്ട് കലാകാരന്മാരെ നാം ഇന്ന് അനുഗ്രഹീത പുരുഷന്മാരെന്നും അമാനുഷിക പ്രഭാവന്മാരെന്നും വിളിക്കുന്നു. അണ്ടർലൈൻ ചെയ്യണേ. അപ്പൊ കലാകാരന്മാരെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? അനുഗ്രഹീത പുരുഷന്മാരെന്നും പിന്നെയോ അമാനുഷിക പ്രഭാവന്മാരെന്നും വിളിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണ്? അപ്പൊ ഒരു കലാകാരനാണെങ്കിൽ ആ കലാകാരനെ സംവിധാനം ചെയ്തെടുക്കുന്ന ശക്തികള് 236ാമത്തെ പേജാണ്. 236. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ ഒരു കലാകാരന്മാരെ അനുഗ്രഹീത പുരുഷന്മാരെന്നും അമാനുഷിക പ്രഭാവന്മാരെന്നും വിളിക്കാനുള്ള കാരണം എന്താ? നമ്മളിപ്പോ ആദ്യം പഠിച്ചത് തന്നെ.
ജന്മസിദ്ധമായ വാസനകളിലൂടെ പൂർവ്വ കലാകാരന്മാരുടെ മാതൃക അനുകരിച്ചുകൊണ്ട് അഭ്യാസ രീതികള് അല്ലെ നമ്മള് പ്രാക്ടീസ് ചെയ്യില്ല. എന്ത് കാര്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇപ്പൊ പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അത് നമ്മുടെ ജന്മസിദ്ധമായ വാസനയാണ്. പിന്നെ എന്ത് ചെയ്യും? പൂർവ്വ കലാകാരന്മാരുടെ മാതൃക ഇപ്പൊ നന്നായിട്ട് പാടുന്ന ആള് അവരുടെ അടുത്ത് പോയി ഇരുന്ന് പഠിക്കാം. അല്ലെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ പാട്ട് കൂടുതൽ നന്നാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുക? ഒരു കലാകാരനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രൂപപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് അവർക്ക് കഴിവുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യും? അത് പലരിൽ നിന്നും ആ അഭിനയത്തിന്റെ പല പല പാഠങ്ങളും അവര് പഠിക്കും. അവര് എന്ത് ചെയ്യും? ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യും. അല്ലാണ്ട് അവര് വെറുതെ ഇരിക്കുമല്ലോ. അവര് എന്ത് ചെയ്തോണ്ടിരിക്കും? പ്രാക്ടീസ് ചെയ്യും. അവരുടെ ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അവരുടെ ശരീരം അല്ലെ? ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഓരോ കലാകാരന്മാരും എന്ത് ചെയ്യുക വരുന്നത്. ദുർഗാദേവിയോ വീണാദേവിയോ നാവിൽ എഴുന്നള്ളിന്റെ ഫലമായിട്ട് സിദ്ധി ഉണ്ടായതെന്ന അലങ്കാര പ്രയോഗം ഇന്നും സർവ്വസാധാരണമാണ്. ധൂമകേതുക്കളുടെ ആവിർഭാവം ഗണിതശാസ്ത്രത്തിന് വിധേയമല്ലാതാകുന്ന കാലത്ത് അതൊരു യാദൃശ്ചിക സംഭവമായി വിശ്വസിക്കപ്പെട്ടിരുന്നത് പോലെ കലാകാരന്റെ ആവിർഭാവവും ഗവേഷണാതീത രീതിയും ഒരു ആകസ്മിക സംഭവമായി ഗണിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല. ഇപ്പൊ ആ ഒരു വരിയുടെ കാര്യം എന്താ? ചില കാര്യങ്ങൾ എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ? ദൈവം തന്നാട്ടോ, അല്ലെ നമ്മൾ ഈശ്വരനിൽ നമ്മൾ വിശ്വസിക്കുന്നു. തന്നാലും എന്ത് പറയും? എന്ത് വന്നാലും അത് ഇന്ന ദേവിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും, അല്ലെ? അപ്പൊ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവാണ്. അതപ്പോ നമ്മൾ പല രീതിയിലായിരിക്കും ഗണിക്കുക, അല്ലെ? അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത പാരഗ്രാഫില് വൺവേഡുകളാണ് പറയുന്നത് കേട്ടോ. ഒരു സുകുമാര കലകളുടെ ചരിത്രം നോക്കുമ്പോൾ അവയുടെ വൃത്തിയും ക്ഷയവും കേവലം യാദൃശ്ചികമല്ലെന്ന് വിചാരിക്കുവാൻ ന്യായം കാണുന്നുണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? അഭിവൃദ്ധിയാണ്, പുരോഗതിയാണ്. ക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയിച്ചു പോവുക, നശിച്ചു പോവുക കേട്ടോ. സാമുദായിക ശരീരം സ്വന്മേഷം പ്രവർത്തിക്കുമ്പോൾ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രസന്ന ഭാവമാണ് കല. അണ്ടർലൈൻ ചെയ്യൂ, ഇമ്പോർട്ടന്റ് ആയ വൺവേഡാണത്. സമുദായ ശരീരം സ്വന്മേഷം പ്രവർത്തിക്കുമ്പോൾ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രസന്ന ഭാവത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്? കല. അത് ചോദിച്ചിട്ടുള്ളതാണ്, നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മറിച്ച് സമുദായ ഗാത്രം പരീക്ഷീണവും രോഗബാധിതവുമായിരിക്കുന്ന കാലങ്ങളിൽ അതിന്റെ കലാവതനം മ്ലാനവും അസന്തുഷ്ടവുമായി കാണപ്പെടാറുണ്ട്. 26ാമത്തെ ചാപ്റ്റർ ആണ് കലയും കാലവും, പേജ് നമ്പർ 236. അതും അണ്ടർലൈൻ ചെയ്യണേ. മിസ്, ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്? എന്തോ? ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്? വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണോ? സമുദായ ശരീരം സ്വന്മേഷം പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്? അതങ്ങനെ തന്നെ ചെയ്യും. സമുദായ ശരീരം സ്വന്മേഷം പ്രവർത്തിക്കും, മുഖത്ത് പ്രത്യക്ഷപ്പെടുന്ന പ്രസന്ന ഭാവത്തിന് പറയുന്ന പേരെന്താണ്? അങ്ങനെയായിരിക്കും ചോദിക്കുക കേട്ടോ. പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ചോദിക്കുക. പല രീതിയിൽ അത് ചോദിക്കും. ഓർത്തു വെച്ചോണേ, കലയാണ്. എന്നാൽ കലയും കാലവും തമ്മിലുള്ള ഈ ബന്ധം ചരിത്രത്തിൽ അനുസ്യൂതമായി കാണുന്നത് കൊണ്ട് ഈ ബന്ധത്തിന് ആസ്പദമായ ഏതോ നിയമം ഉണ്ടായിരിക്കണമെന്ന് അനുമാനം ചെയ്യാതെ തരമില്ല. ചില ദൃഷ്ടാന്തങ്ങൾ പരിശോധിക്കാം. കഴിഞ്ഞ പാരഗ്രാഫില് ആ ധൂമകേതുക്കൾ അതൊന്ന് വിശദീകരിക്കാം. ധൂമകേതുക്കളുടെ ആവിർഭാവം ഗണിതശാസ്ത്രത്തിന് വിധേയമല്ല ആകാവുന്നത്. അതൊന്ന് വ്യാഖ്യാനിക്കും. നമ്മള് ഈ എന്താ ധൂമകേതുക്കൾ എന്ന് പറയുന്ന ചില നക്ഷത്രങ്ങളുടെ ഇതും കൊണ്ട് നമുക്ക് നാശം സംഭവിക്കാം, അല്ലെ? ചില നക്ഷത്ര ജാതക്കാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ നമുക്ക് ഒരു വിശ്വാസപ്രകാരം പറയുന്ന ഗണിതശാസ്ത്ര പ്രകാരം നമുക്കത് ആ കണക്കുകൾ ചിലപ്പോൾ ചില ധൂമകേതുക്കൾ നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിക്ക് നാശം സംഭവിക്കും, അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെ? ചന്ദ്രന്റെ ഇപ്പൊ നമ്മൾക്ക് ഹിന്ദു മതവിശ്വാസ പ്രകാരമാണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഗണിതമല്ല, നമ്മുടെ എന്താ പറയാ, ആസ്ട്രോണമി, അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണ്?
ചില നാളുകാരുടെ ബേസ് ചെയ്തുകൊണ്ട് പറയാം അല്ലെ. നമ്മുടെ ചിലപ്പോ എന്റെ അശ്വതി എന്ന ആളാണ്, അശ്വതി നാളുകാർക്ക് ഈ നക്ഷത്രത്തിന്റെ ഫലമായിട്ട് ഇങ്ങനെയായിരിക്കും അല്ലെ. രാഹു ഇങ്ങനെയാണ്, കേതു ഇങ്ങനെയാണ്, അപ്പൊ ആ നാളുകാർക്ക് ദോഷം സംഭവിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളെ മുൻകൂട്ടി നിശ്ചയിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായി ശാസ്ത്രീയമായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. അതൊരിക്കലും പറയാന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റാത്തൊരു കാര്യം. അതുകൊണ്ടാണ് ഗണിതശാസ്ത്ര ബേസിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയണേ. അവിടുന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക മാം? ആ ഒരു സെന്റൻസിന്നാ ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. അതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. അത് ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞത്. ഉണ്ടെങ്കിൽ നമ്മൾ അവസാന ഭാഗത്ത് വരുമ്പോഴത്തേക്കും പറഞ്ഞു തരും കേട്ടോ. വൺ വേർഡുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വൺ വേർഡുകളും ഇട്ട് തരും. ഓരോ ചാപ്റ്ററിന്റെ ബേസ് ചെയ്ത് നമ്മൾ ഇട്ട് തരുന്നുണ്ട്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. പാശ്ചാത്യ ലോകത്തിന്റെ സംസ്കാര പ്രഭാവം ഗ്രീസ് ആണെന്നുള്ളത് അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യുന്നത്. പാശ്ചാത്യ ലോകത്തിന്റെ സംസ്കാര പ്രഭാവം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീസ് ആണ്. വൺ വേർഡ് ആണ്, അത് അത്രേ ഇട്ടോളൂ. പാശ്ചാത്യ ലോകത്തിന്റെ സംസ്കാര പ്രഭാവം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീസ് ആണ്. പുരാതന ഗ്രീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായ ഘട്ടം ഏതാണ്? പാരിസ്ഥിതികന്മാരോടുള്ള യുദ്ധമാണ്. അതും അണ്ടർലൈൻ ചെയ്യും, അതും വൺ വേർഡ് ആണ്. ഏറ്റവും ഗ്രീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായ ഘട്ടം എന്ന് പറഞ്ഞ ഏതാണ്? പാരിസ്ഥിതികന്മാരോടുള്ള യുദ്ധമാണ്. അതൊരു വൺ വേർഡ് ആണ്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടത്. ആ യുദ്ധത്തിൽ ഗ്രീസ് വിജയിയായി. അതോടുകൂടി ഗ്രീസിന്റെ സർവോന്മുഖമായ ഉത്കർഷം ആരംഭിച്ചു. അതും അണ്ടർലൈൻ ചെയ്യണേ. അപ്പൊ ചോദിക്കാം, ഏത് യുദ്ധത്തോടു കൂടിയാണ് ഗ്രീസിന് ഉയർച്ച ഉണ്ടായതെന്ന് ചോദിക്കുക. ഏതാണ്? പാരിസ്ഥിതികന്മാരോടുള്ള യുദ്ധമാണ്. അതും വൺ വേർഡ് ആണേ. ഉത്കർഷം എന്ന് പറഞ്ഞാൽ മതി. ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്ര ചെറിയൊരു രാജ്യം ഇത്രമാത്രം ഔചിത്യം പ്രാപിച്ചതായി ചരിത്രത്തിൽ വേറെ ദൃഷ്ടാന്തമില്ല. പെരിക്ലീസിന്റെ സംരക്ഷണയിൽ ആഥൻസ് നഗരം ജനാധിപത്യത്തിന്റെയും ചിന്തയുടെയും സംസ്കാരത്തിന്റെയും റാണിയായി പരിലസിക്കൂ. അണ്ടർലൈൻ ചെയ്യൂ അത്. അപ്പോ ആഥൻസ് നഗരം ജനാധിപത്യത്തിന്റെയും ചിന്തയുടെയും സംസ്കാരത്തിന്റെയും റാണിയായി പരിലസിച്ചത് ആരുടെ കാലത്തായിരുന്നു? ചോദിക്കാം. ആരുടെയാണ്? പെരിക്ലീസിന്റെ. പെരിക്ലീസ് അണ്ടർലൈൻ ചെയ്ത് അത് ഇമ്പോർട്ടന്റ് ആട്ടോ, പഠിച്ചോണേ. ചോദിച്ചിട്ടുണ്ട്. ആട്ടവും പാട്ടുമായി കഴിഞ്ഞിരുന്ന യവന നാടകം ഈസ്കിലസ്, സോഫോക്ലിസിസ്, യൂറിപ്പിഡസ് എന്നിവരുടെ വിദഗ്ധ നേതൃത്വത്തിൽ ലോകോത്തര കലയായി തീർന്നു. അത് വൺ വേർഡ് ആണ്. അപ്പൊ ചോദിക്കാം, എന്താണ് യവന നാടകം ലോകോത്തര കലയായി തീർന്നത് ആരുടെ കാലഘട്ടത്തിലാണ് എന്ന് ചിലപ്പോ ചോദിക്കാം. അപ്പൊ ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിക്കാം. ചിലപ്പോ ഒരാളുടെ പേരെ തരുള്ളൂ കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. 3 പേരുണ്ട്. ഈസ്കിലസ് ഉണ്ട്, സോഫോക്ലിസിസ് ഉണ്ട്, യൂറിപ്പിഡസ് ഉണ്ട്. 3 പേരുണ്ട്. യവന നാടകം എന്താണ്? വെറും ആട്ടവും പാട്ടുമായിട്ട് കഴിഞ്ഞ് യവന നാടകം എന്താണ് വിദഗ്ധ കലയായി തീർന്ന ആരുടെ വിദഗ്ധ നേതൃത്വത്തിലാണെന്ന് ചോദിക്കാം. ആരാണ്? ഈസ്കിലസ് ഉണ്ട്, സോഫോക്ലിസിസ് ഉണ്ട്, യൂറിപ്പിഡസ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, വൺ വേർഡ് ആണ്. ഫിഡിയാസിന്റെ പ്രതിമാ ശില്പത്തെ അതിശയിപ്പിക്കുന്ന യാതൊരു ശില്പവും ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. അപ്പൊ പ്രതിമാ നിർമ്മാണത്തിലെ ശില്പകലയിലെ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ച ആരാണ്? ഫിഡിയാസിസ് ആണ്. ഫിഡിയാസിസ് അണ്ടർലൈൻ ചെയ്യണത്. അപ്പൊ പ്രതിമ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വിദഗ്ധനായ ആളുടെ പേരാണ് ഫിഡിയാസിസ്. പോളിസ് ചിത്രങ്ങൾ യാതൊന്നും കണ്ടുകിട്ടിയിട്ടില്ലെങ്കിലും അവ ഫിഡിയാസിന്റെ ശില്പങ്ങളെ പോലെ നിസ്തുലങ്ങളായിരുന്നുവെന്നാണ് അക്കാലത്തുണ്ടായിരുന്നവർ പറയുന്നത്. ചിന്താലോകത്തിലും അത്ഭുതപൂർവമായ ഉണർവുണ്ടായിരുന്നു എന്നതിന് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നീ പേരുകൾ പറഞ്ഞാൽ മതി. അണ്ടർലൈൻ ചെയ്യുന്നത്. ചിന്താലോകത്തിന്റെ ചിന്തകന്മാരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? സോക്രട്ടീസ് ഉണ്ട്, പ്ലേറ്റോയുണ്ട്, അരിസ്റ്റോട്ടിലുണ്ട്. അണ്ടർലൈൻ ചെയ്തു പോണേ. ഈ കലാകാരന്മാരും ചിന്തകന്മാരും അന്നത്തെ ജീവിതത്തിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പങ്കെടുത്ത് അതിന്റെ സാംസ്കാരികമായ മൂല്യത്തെ സ്വകൃതികൾ ശാശ്വതമായി പ്രതിഷ്ഠിച്ചു. അവർ അന്നത്തെ സമുദായത്തോട് ബന്ധമില്ലാത്ത ഒരു ദന്തഗോപുരത്തിലല്ല ജീവിച്ചത്. ഇപ്പൊ നമുക്കറിയാം, ഇന്നത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കലാകാരന്മാര് അല്ലെങ്കിൽ ചിന്തകന്മാര് അവരെങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഒപ്പം നിന്ന് എന്ത് ചെയ്യാണ്?
പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ എന്തൊരു കേസ് വരുമ്പോൾ അവര് മുന്നിൽ നിന്ന് അവര് അടി ഇടിയൊക്കെ മേടിച്ച് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, മരണം വരെ സംഭവിക്കാവുന്ന കേസുകളിലേക്കൊക്കെ എത്തിച്ചേരുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ഈ ചിന്തകന്മാര്. പക്ഷെ ഇന്നത്തെ ആളുകൾ എങ്ങനെയാണ്, ദന്തഗോപുരത്തിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നത്തെ ആളുകൾ അനുയായികൾ പോയി അടി മേടിക്കും, നേതാക്കന്മാർ അവിടെ ഇരിക്കും. അവര് നല്ല നമുക്കറിയാലോ വലിയ ഇതിലിരിക്കുന്നു, അനുയായികൾ പോയി അടിയും മേടിച്ചുകൊണ്ട് വരുന്നു. ആ ഒരു രീതിയല്ല അന്നത്തെ ചിന്തകന്മാര് ഉണ്ടായിരുന്നത്. അവരെന്താണ്, അവർ മുന്നിലിറങ്ങി അവരാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബന്ധമില്ലാത്തൊരു ദന്തഗോപുരത്തിലല്ല അന്നത്തെ ആളുകൾ ജീവിച്ചിരുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഈസ്കിലസ് ഒരു സേനാ നായകനായിരുന്നു. സോക്രട്ടീസിനെ ആഥൻസിലെ ജനകീയ കോടതി ദൈവദ്രോഹ കുറ്റത്തിന് വിസ്തരിച്ചപ്പോൾ അദ്ദേഹം പ്രതിഭാഗത്തു നിന്ന് ഉദ്ധരിച്ച തെളിവുകളിലൊന്ന് താൻ ആഥൻസിന് സൈനിക സേവനം ചെയ്തിട്ടുണ്ടെന്ന് ഉള്ളതായിരുന്നു. അവരുടെ കലാജീവിതം സാമുദായിക ജീവിതത്തിന്റെ വിശിഷ്ടമായൊരു പ്രസ്ഫുരണമായിരുന്നു എന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയാം. അപ്പൊ അതിന്റെ അകത്ത് ഒരു വൺ വേർഡ് ഉണ്ട്. അപ്പം ദൈവദ്രോഹ കുറ്റം ആരോപിച്ച് ആദ്യമായിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച ആരെയാണെന്ന് ചോദിക്കാം വൺ വേർഡ് ആയിട്ട്. സോക്രട്ടീസ് ആണ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 239 കൊടുത്തിട്ടുണ്ട്. ദൈവദ്രോഹ കുറ്റം ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് തത്വജ്ഞാനിയുടെ പേരെന്താണ്? സോക്രട്ടീസ്. പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനുശേഷം ഗ്രീസിന് 2000-ലധികം വർഷങ്ങളുടെ ചരിത്രമുണ്ട്. പക്ഷേ ഗ്രീസ് രാഷ്ട്രീയമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി അധപ്പതിച്ച കാലത്തിന്റെ ചരിത്രമാണിത്. മുമ്പ് പറഞ്ഞവരുടെ കിടപിടിക്കത്തക്ക യാതൊരു പേരും ഈ നീണ്ട കാലപ്രഭാവത്തിൽ ഇത്രയും കിട്ടുകയില്ല. ഒരു വശത്ത് 100 കൊല്ലത്തെ ചരിത്രം, മറുവശത്ത് 2000 കൊല്ലത്തെ ചരിത്രം. പക്ഷേ ആ 100 കൊല്ലത്തിലാണ് ഗ്രീസ് വാസ്തവത്തിൽ ജീവിച്ചത്. അപ്പൊ ഗ്രീസിന്റെ ഏറ്റവും നല്ല കാലം എന്ന് പറഞ്ഞാൽ എത്ര വർഷമായിരുന്നു? അത് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ചോദ്യം കേട്ടോ. ഗ്രീസിന്റെ ഏറ്റവും സർവോന്മുഖമായ ഉത്കർഷം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടായ കാലഘട്ടം എത്ര വർഷമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. 100 വർഷമാണ്. അപ്പൊ ചോദിക്കാം, ഗ്രീസിന്റെ കാലഘട്ടം എത്രയായിരുന്നു? ഗ്രീസിന്റെ നല്ല കാലഘട്ടം എത്ര വർഷമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. 100 ആണ്. 2000 വർഷം എന്ന് പറഞ്ഞാൽ ഗ്രീസ് അധപ്പതിച്ച് കിടന്ന ഒരു കാലഘട്ടം പറയുന്നത് 2000-ഓളം വർഷം. അത് രണ്ടും ഒന്ന് ഓർത്തു വെക്കണം. 100 വർഷം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് പോയൊരു കാലഘട്ടമാണ്. ഗ്രീസ് എല്ലാ രീതിയിലും മുന്നിൽ നിന്നൊരു അതിലേക്ക് വന്നൊരു കാലഘട്ടമാണ് 100 വർഷം. 2000-ഓളം വർഷം എന്ന് പറഞ്ഞാൽ അധപ്പതിച്ച് നിന്നൊരു കാലഘട്ടമാണ് പറയുന്നത് കേട്ടോ. ആ രണ്ടും ഓർത്തു വെച്ചോണം. ഉയർച്ച അവിടെ വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോളൂ. ഉയർച്ച 100 വർഷം. താഴ്ച അത് എത്രയാണ്? 2000-ഓളം വർഷത്തോളം എന്ത് ചെയ്തു? താഴ്ചയിലായിരുന്നു, അധപ്പതിച്ച് കിടന്നു. ഗ്രീസ് പ്രദർശിപ്പിച്ചിടത്തോളം ആഭ്യന്തര ചൈതന്യം വിസ്തീർണമായ റോമാ സാമ്രാജ്യം പ്രദർശിപ്പിച്ചിട്ടില്ല. എന്നാലും ആ സാമ്രാജ്യത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ആഗസ്റ്റസിന്റെ കാലത്താണ് റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചതെന്ന് കാണാം. അത് വൺ വേർഡ് ആണ്. ആരുടെ കാലത്താണ് റോമാ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത്? അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ചോദ്യം. ആരുടെയാണ്? ആഗസ്റ്റസിന്റെയാണ്. ആഗസ്റ്റസിന്റെ കാലത്താണ് റോമൻ സംസ്കാരം ഉച്ചനില പ്രാപിച്ചത്. അത് വൺ വേർഡ് ആണ്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ജൂലിയസ് സീസർ കീഴ്പ്പെടുത്തിയ ലോകം മുഴുവനും ആഭ്യന്തര കലഹത്തിന് ശേഷം അഗസ്റ്റസിന്റെ ഛത്രത്തിന് കീഴിൽ വ്യവസ്ഥാപിതമായപ്പോൾ രാഷ്ട്രീയമായ ഔചിത്യത്തിന് കിട നൽകുന്ന ഔന്നത്യം കവിതാ ലോകത്തിലും പ്രത്യക്ഷപ്പെട്ടു. വെർജിലിന്റെ മഹാകാവ്യത്തിന് പ്രേരകമായിരുന്ന റോമൻ സാമ്രാജ്യത്തിന്റെ മഹനീയതയാണ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യൂ കേട്ടോ. വെർജിന്റെ മഹാകാവ്യത്തിന് പ്രേരകമായത് എന്താണെന്ന് ചോദിക്കുക. റോമൻ സാമ്രാജ്യത്തിന്റെ മഹനീയതയാണ്. അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഹോറസ്, ഓവിഡ് മുതലായ കവികൾ പല വിധത്തിൽ ആ സാമ്രാജ്യത്തിന്റെ ജയഭേരി മുഴക്കി. അതിനു മുമ്പോ പിമ്പോ ലത്തീൻ സാഹിത്യത്തിന് ഇത്രമാത്രം ഉത്കർഷം ഉണ്ടായിട്ടില്ല. സാമ്രാജ്യത്വ പ്രൗഢിയെ ഉദ്ഘോഷിക്കുന്ന അക്കാലത്തെ ശില്പങ്ങളും ഹർമ്മ്യങ്ങളും അതാത് കലകളുടെ മകുടോദാഹരണങ്ങളായിരുന്നു. ഇവയെല്ലാം കാണിക്കുന്നത് കാലാകാലങ്ങളുടെ പരസ്പര ബന്ധമല്ലയോ? അത് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. കവികളുടെ പേരൊന്ന് ഓർത്തു വെക്കണം. ഹോറസ്, ഓവിഡ്, 2 കവികളുണ്ട്. അടുത്തൊരു പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും, കാലമാണ് കലാവാസനയെ സൃഷ്ടിക്കുന്നതെന്ന് ഇവിടെ വിവക്ഷിക്കുന്നില്ല. പക്ഷേ കാലത്തിന് കലയുടെ മേൽ അപ്രാരോധ്യമായ ഒരു സ്വാധീന ശക്തിയുണ്ടെന്ന് വിസ്മരിച്ചേ തീരൂ. സാഹചര്യങ്ങളുടെ പക്വദശയിലാണ് കലകൾ വികസിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സാഹചര്യങ്ങളുടെ പക്വദശയിലാണ് കലകൾ വികസിക്കുന്നത്. വിത്ത് എത്രയെങ്കിലും നല്ലതായിരിക്കട്ടെ, മഴയും വെയിലും അനുകൂലമല്ലെങ്കിൽ ഫലമില്ല. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു നല്ലൊരു അനുകൂലമായ സാഹചര്യം വന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളർച്ച ഉണ്ടാവുള്ളൂ. ഈ ചോദ്യം മറ്റേ വൺ വേർഡിന്റെ ഇതിലുണ്ട്, PDF-ലുണ്ട്.
ഉണ്ട് ഉണ്ട് ഉണ്ട്. സാഹചര്യങ്ങളുടെ പക്വത. അതെ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളെ ഈ ചാപ്റ്ററിൽ പറഞ്ഞ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു കാരണവശാലും ഈ ഒരു ചാപ്റ്റർ ഒഴിവാക്കി വെച്ച് പോകരുത്. ഏറ്റവും കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്. അപ്പൊ അതിന്റെ നമുക്ക് പാഠാപഗ്രഥം നോക്കാം. മലയാളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിൽ മഹത്തായ പങ്കുവഹിച്ച എഴുത്തുകാരനാണ് MB പോൾ. ഒരു സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനായിരുന്നു. കലയും കാലവും തമ്മിലുള്ള ബന്ധത്തെ ചരിത്രപരമായ തെളിവുകളോടെ വിശദീകരിക്കുന്ന ഒരു ലേഖനമാണ് കലയും കാലവും. അപ്പൊ അതിനെക്കുറിച്ച് അത് കലയും കാലവും ആരുടെ കൃതിയാണെന്ന് ചോദിക്കുക, MB പോളിന്റെയാണ്. അങ്ങനെ ഒരു വൺ വേർഡ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ ചോദ്യം നമ്മൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്, ഒരു കലാകാരനെ സംവിധാനം ചെയ്തെടുക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഏതാണ്? ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന വാസനകളും നിരന്തരമായ അഭ്യാസനം, സമൂഹത്തിൽ നേടിയെടുക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ചുറ്റുപാടും കാണുന്ന വ്യത്യസ്തവും കൗതുകകരവുമായ ജീവിതം പകർന്നു കൊടുക്കുന്ന സന്ദേശങ്ങൾ, ഇങ്ങനെയെല്ലാം പല കാര്യങ്ങളാണ് ഒരു കലാകാരനെ എന്ത് ചെയ്യുന്നത്, സൃഷ്ടിച്ചെടുക്കുന്നത്. പിന്നെ ഗ്രീസിന്റെ സർവ്വവിധ വളർച്ചയ്ക്കും തുടക്കമിട്ട സംഭവം ഏതായിരുന്നു? നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് പഠിച്ചായിരുന്നു അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ആട്ടവും പാട്ടുമായി കഴിഞ്ഞിരുന്ന യവന നാടകത്തെ ലോകോത്തര കലയായി മാറ്റിയ നാടക കർത്താക്കൾ ആരൊക്കെ? നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് പഠിച്ചാണ്. ഈസ്കിലസ്, സോഫോക്ലിസ്, യൂറിപ്പിഡസ്. വൺ വേർഡ് ആണ്. പിന്നെ നാലാമത്തെ, ദൈവദ്രോഹം കുറ്റം ആരംഭിച്ച് ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് തത്വജ്ഞാനിയുടെ പേരെന്താണ്? കണ്ടോ, വൺ വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ റോമ സാമ്രാജ്യത്തിന്റെ മഹത്വം ഏതൊക്കെ ചരിത്ര പുരുഷന്മാർക്കാണ് അർഹതപ്പെട്ടത്? ഇപ്പൊ കണ്ടോ, അഗസ്റ്റസ് സീസർ എന്ന ഭരണാധികാരിയും റോമൻ ചരിത്രത്തെ പ്രകീർത്തിക്കുന്ന മഹാകാവ്യം രചിച്ച വെർജിൽ, അഗസ്റ്റസിന്റെ വിശ്വസ്ത സുഹൃത്തും കവിയുമായ ഹോറസ്, റോമിന്റെ പ്രണയഗായകനായിരുന്ന ഒവിഡ് എന്നിവർ റോമ സാമ്രാജ്യത്തെ മഹത്വവൽക്കരിക്കാൻ പങ്കുവഹിച്ചവരാണ്. പിന്നെ കലാകാരന്മാരെ ഇന്നും നമ്മൾ അനുഗ്രഹീത പുരുഷന്മാരെന്നും അമാനുഷിക പ്രഭാവന്മാരെന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു കലാകാരനെ സംവിധാനം ചെയ്തെടുക്കുന്ന ശക്തികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. നിരന്തരമായ ജന്മവാസനയുണ്ട്, നിരന്തരമായ പഠന അഭ്യാസം അല്ലെ. നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ ഒന്നാമത്തെ ചോദ്യത്തിന് ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ചോദ്യമാണത്. പിന്നെ കലയും കാലവും തമ്മിലുള്ള അനിശ്ചിത ബന്ധത്തിന് ആസ്പദമായ നിയമം എന്താണ്? അല്ലെ, ഭൂമിയിൽ പച്ചപ്പ് ഉണ്ടാകാൻ മഴ ഉണ്ടായേ തീരൂ. അതുപോലെ തന്നെ നല്ല കലാസൃഷ്ടികൾ ഉണ്ടാകാൻ സമൂഹത്തിൽ അനുകൂലമായ അന്തരീക്ഷവും രൂപപ്പെടണം. കാലം അനുകൂലമായാലേ കലകൾക്കും അഭിവൃദ്ധി ഉണ്ടാവൂ. ഒരു നാട്ടിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾ ഭയരഹിതരായിട്ട് ആഹ്ലാദത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, സത്യം, നീതി, ധർമ്മം എന്നീ നല്ല മൂല്യങ്ങൾ പുലരുന്നുണ്ടെങ്കിൽ ആ ജനത നല്ല കാലത്തിലൂടെ കടന്നു പോകുന്നുവെന്ന് പറയാം. അഭിവൃദ്ധിയും ആഹ്ലാദവും അനുഭവിക്കുന്ന സമൂഹം സുഖിച്ചു ജീവിക്കുക മാത്രമല്ല, അവരുടെ മനസ്സിലെ വെളിച്ചം അവരുടെ സർഗാത്മകതയെ ഉണർത്താൻ കാരണമാവുകയും ചെയ്യും. അങ്ങനെയുള്ളവരിൽ നിന്ന് ഉത്കൃഷ്ടമായ സാഹിത്യ കൃതികളും മഹത്തായ മറ്റു കലാരൂപങ്ങളും ജന്മമെടുക്കാം. ദാരിദ്ര്യം, യുദ്ധം, അടിമത്തം തുടങ്ങിയ ദൗർഭാഗ്യങ്ങൾ സാമൂഹ്യ ജീവിതം ദുരിതമയമാക്കും. അത്തരം മോശമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉത്കൃഷ്ടമായ രചനകൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് കലയും കാലവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് ഇത്. പിന്നെ കലയും കാലവും തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമായി പ്രാചീന ഗ്രീക്ക് ചരിത്രത്തെ ഉയർത്തിക്കാട്ടുന്നത് എന്തുകൊണ്ട്? ഇപ്പൊ നമ്മൾ അപ്പുറം പറഞ്ഞ ആ ഒരു ഇത് തന്നെയാണ്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷെ ആ 100 കൊല്ലത്തിലാണ് ഗ്രീസ് വാസ്തവത്തിൽ ജീവിച്ചെന്ന പ്രസ്താവന കൊണ്ട് MB പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഏതാണ്ട് 250 വർഷത്തെ പാരമ്പര്യം ഗ്രീക്ക് സംസ്കാരത്തിനുണ്ട് എന്ന് എന്ത് പറഞ്ഞാലും ഏറ്റവും നന്നായിട്ട് ജീവിച്ചൊരു കാലഘട്ടം നമ്മളോട് പറയുന്നുണ്ട്. ഏതാണ്? ആ ഒരു 100 വർഷമാണ് ഏറ്റവും നന്നായിട്ട് ഗ്രീക്ക് ജനത ജീവിച്ചൊരു കാലഘട്ടം. അപ്പൊ അതിനകത്ത് ഓരോരുത്തരുടെ പേരുകൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ, ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞ അണ്ടർലൈൻ ഒക്കെ ചെയ്താണ്. ഇവിടെ 250 വർഷത്തെ അല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പുറത്ത് 2000 വർഷമാണല്ലോ പറഞ്ഞേക്കുന്നത് പാസേജില്. ഏറ്റവും നല്ല കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. 250 വർഷം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഇതിൽ പോയിരുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ 100 വർഷം ഏറ്റവും നന്നായിട്ട് ജീവിച്ചു. ബാക്കി 2000-ഓളം വർഷം എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് എന്ന് പറയുന്ന ആ ഒരു സംസ്കാരം തന്നെ എന്ത് ചെയ്തു? താഴ്ചയിലേക്ക് പോയി, ഒന്നുമില്ലാതെ നശിച്ചു കിടന്നൊരു കാലഘട്ടം കേട്ടോ. അതൊന്ന് ഓർത്തു വെച്ചോട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന ഗ്രീസിന്റെയും റോമ സാമ്രാജ്യത്തിന്റെയും ചരിത്ര മഹത്വത്തെ കുറിച്ച് ഉപന്യാസം തയ്യാറാക്കി. ഇപ്പൊ നമ്മുടെ ഈ പാഠത്തിനെ കുറിച്ച് തന്നെ എന്ത് ചെയ്യാം, എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എപ്പോഴും എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം എന്ത് ചെയ്യുക, ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. അതിനുശേഷം വിവരണം വേണം. 2-3 പാരഗ്രാഫ് എഴുതി ലാസ്റ്റ് എന്ത് ചെയ്യുക,
ഉപസംഹാരം അല്ലെ കൺക്ലൂഷൻ എഴുതിയിരിക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഒരു എസ്സേ അല്ലെ ഒരു ഉപന്യാസം പൂർത്തിയാവുള്ളൂ. ഒരു ഉപന്യാസത്തിന്റെ മോഡൽ അങ്ങനെയാണ്. ഈ പ്രാവശ്യം മോഡൽ എക്സാം മസ്റ്റ് ആയിട്ട് എല്ലാവരും എഴുതിയിരിക്കണം. എഴുതി വെച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് ഓരോന്നും എഴുതാനുള്ള സ്പേസുകളുണ്ട്. അപ്പൊ ഞാൻ പേപ്പറിന്റെ കാര്യം പറഞ്ഞായിരുന്നു, എത്ര പേപ്പറിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്, എഴുതി നോക്കാനായിട്ട്. അപ്പൊ ആ ഒരു രീതിക്ക് എഴുതുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും നല്ല ഫ്ലോയിൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് പേപ്പർ എത്ര എഴുതുന്നു അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവര് നോക്കുമ്പോൾ ഒരു ഇംപ്രഷനെങ്കിലും തോന്നണ്ടേ. ഒരു പേപ്പർ 2 പേപ്പറിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർക്കും കിട്ടില്ല, ചിലപ്പം തോറ്റുപോകും. മലയാളത്തിന് വരെ തോക്കാന്ന് പറഞ്ഞാൽ വളരെ നാണക്കേടായ കേസല്ലേ. മിസ് മോഡൽ എക്സാമിന്റെ മാർക്ക് വലിയ മെയിൻ എക്സാമിന് കൂട്ടിയാണ് ഇടുന്നത്? അല്ല അല്ല, അത് ഇതൊരു ട്രെയിനിങ് അല്ലേ? അതെ അതെ. അല്ല മാം, എത്ര പേപ്പർ വേണമെന്നാ പറഞ്ഞത്? എന്താന്ന് വെച്ചാല് നമ്മൾ പല രീതിക്കാണ്. നമുക്ക് 50 മാർക്കിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഒരു 2.5 പേജെങ്കിലും 1 വേർഡ് ക്വസ്റ്റ്യൻ തന്നെ എഴുതാനായിട്ട് വേണം. 1, 2, 3 ഒരു പേജിൽ നമുക്ക് ഏറ്റവും മാക്സിമം പോയ 16 ഒക്കെ വരിയല്ലേ നമ്മൾ എഴുതുള്ളൂ. ഏറ്റവും ഒരുപാട് കുനുകുനാന്ന് എഴുതി വെക്കരുത് പേജില്. ഒരു 16 വരിയൊക്കെ മതി ഒരു പേജിൽ എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് എടുത്തു വരുമ്പോഴത്തേക്ക് 50 1 വേർഡ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എത്ര പേജ്? 2.5 പേജെങ്കിലും മിനിമം നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 10 എണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 5 മാർക്കിന്റെ 3 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ എഴുതാൻ കാണും. എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിനെല്ലാം എസ്സേ ക്വസ്റ്റ്യൻ ചിലപ്പം 2 പേജൊക്കെ എഴുതണം. അതിന് ചിലപ്പോ 1 പേജ് എഴുതാം, 2 പേജ് എഴുതാം. നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഒരുപാട് എഴുതണ്ട, ഒരു 2 പേജെങ്കിലും മിനിമം എഴുതിയിരിക്കണം എസ്സേ ക്വസ്റ്റ്യന്. പിന്നെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ചോദ്യത്തിന് 1/2 പേജ് എഴുതിയിരിക്കണം. ചിലപ്പോ അതിന്റെ അകത്ത് 2 സെന്റൻസ് എഴുതുക, 3 സെന്റൻസ് എഴുതുന്നൊക്കെ ആയിരിക്കും പറയുക. അതങ്ങനെയല്ല. ഷോർട്ട് എസ്സേ ആകുമ്പോൾ നമുക്ക് 1/2 പേജാണ് എഴുതേണ്ടത്. അതിനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷനും എഴുതണം. അപ്പൊ 1/2 പേജ് ഒരു പേപ്പറിന്റെ പകുതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഇൻട്രൊഡക്ഷൻ എഴുതി വരും. അപ്പൊ അതിന്റെ അകത്ത് പിന്നെ നമ്മളൊരു വിവരണം വരും, ഒരു കൺക്ലൂഷൻ വരും. 3 പാരഗ്രാഫേ വരുള്ളൂ ഷോർട്ട് എസ്സേ എഴുതുമ്പോൾ. അപ്പൊ എളുപ്പമല്ലേ, പാരഗ്രാഫ് തിരിച്ചെഴുതുകയും ചെയ്യാം. നമുക്ക് കുറച്ച് എഴുതിയാലും മതി, ആശയങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ എഴുതി വരുമ്പോഴത്തേക്കും നമ്മൾ കുഴപ്പമില്ല, ആദ്യത്തെ ഒക്കെ ചിലപ്പോൾ മിസ്സിംഗ് ഒക്കെ വരും. അതൊന്നും സാരമില്ല. എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കണ്ട. തെറ്റിപ്പൊക്കോട്ടെ, അത് കുഴപ്പമില്ല. എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന് അറിയില്ല, നിങ്ങൾക്ക് അറിയുന്ന ഒരു ആൻസർ എഴുതിക്കോളൂ. ഇത് 10-ാം തീയതി അല്ലേ മലയാളം ടെസ്റ്റ്? നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടോ? 10-ാം തീയതി. 10-ാം തീയതിയാ. അപ്പൊ അത് എത്ര മണിക്കായിരിക്കും ഇത്? നിങ്ങൾക്ക് ഓൺലൈൻകാരാകുമ്പോ നിങ്ങൾക്ക് 8 തരുമായിരിക്കും ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് സമയം തരും. ആ സമയത്തിനുള്ളിൽ എഴുതി തീർത്ത് ഇട്ടാൽ മതിയായിരിക്കും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തന്നാൽ മതി. മിസ്സേ ക്വസ്റ്റ്യൻ വീണ്ടും എടുത്ത് എഴുതണോ? വേണ്ട, ക്വസ്റ്റ്യൻ എഴുതേണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും നിങ്ങളുടെ എന്തോ നമ്പർ ഇടണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ചിന്റെ പേര് കൃത്യമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. തെറ്റിച്ച് കളഞ്ഞേക്കരുത്. ഏത് ബ്രാഞ്ചാണ്, സ്ഥലം ഇത്രയും എഴുതിയിരിക്കണം. മറന്നു പോയേക്കരുത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബ്രാഞ്ചിന്റെ പേര്. ഇപ്പൊ ഏത് ബ്രാഞ്ചിലുള്ളതാണ്, ഇപ്പൊ പിറവത്തെ ആണെങ്കിൽ ബ്രാഞ്ച് സ്റ്റുഡൻസ് കോളേജ് പിറവ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ അമ്മ കോളേജ് അടിമാലി അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പൊ എനിക്ക് ഏത് ബ്രാഞ്ചിലുള്ള കുട്ടികളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് തിരിച്ച് നിങ്ങൾക്ക് മാർക്ക് തരണ്ടേ. ഇപ്പൊ ഏത് ബ്രാഞ്ചിലെ കുട്ടി ആ ഓരോ ബ്രാഞ്ചിലേക്കും കൊടുക്കണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. കടങ്കഥയുടെ വ്യാകരണം TV വേണുഗോപാല പണിക്കരാണ്. മാം, ഇതിൽ 10-ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ടെക്സ്റ്റില് ഈ പാഠഭാഗത്തു നിന്നുള്ള ആൻസർ അല്ലല്ലോ. പ്രാചീന ഗ്രീസിന്റെയും റോമ സാമ്രാജ്യത്തിന്റെ ചരിത്ര മഹത്വത്തെ കുറിച്ച് ഉപന്യാസം തയ്യാറാക്കാനായിട്ട് പറഞ്ഞേക്കുന്നതാണോ? അതെ. നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ളതും കുറച്ചും കൂടെ വിപുലീകരിച്ചും കൂടെ കൊടുത്തേക്കുന്നുള്ളൂ. കുറച്ചും കൂടെ ഒരു വിപുലീകരിച്ച് പറഞ്ഞേക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതേ സെന്റൻസുകൾ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ.
ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാട്ടോ. അത് നമുക്ക് മുഴുവൻ വായിക്കാനുള്ള സമയമില്ല. അത് അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അവിടെ ഒന്ന് നോക്കാവോ? 254 അടുത്തത് ഏതാ? കടങ്കഥയും അതാണോ? കടങ്കഥയുടെ വ്യാകരണം. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് എടുക്കാവോ? അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് പേജ് നമ്പർ 254. അവതാരണ ചോദ്യങ്ങൾ അതാണോ? 254 പേജ് കണ്ടോ? അത് അല്ല, തന്നെ. ഞാൻ ടെസ്റ്റാ എടുത്തത്. ഓ ശരി. ടെസ്റ്റില് പറഞ്ഞേക്കുന്നത് കടങ്കഥ എന്നതിനപ്പുറം മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതെല്ലാം? അത് തന്നെ. അതല്ലേ ചോദ്യം? അത് തന്നെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കടങ്കഥ എന്നതിന് പകരം മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തെല്ലാമാണ്? കടം പറയൽ, കടങ്കഥ പറയൽ, തോൽക്കഥ, അഴിപ്പാൻ കഥ. ചോദിക്കൂട്ടോ, വൺ വേർഡ് ആണ്, മസ്റ്റ് ആയിട്ട് ചോദിക്കും. കടങ്കഥയ്ക്ക് മലയാളത്തിൽ പറയുന്ന പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. നമ്മളെ ഇട്ട് വട്ടം ചുറ്റിക്കാനായിട്ട് ചോദിക്കാവുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാൻ പറഞ്ഞത്. ഇപ്പൊ കടം പറയല്, കടങ്കഥ പറയല്, തോൽക്കഥ, അഴിപ്പാൻ കഥ, ഇതൊക്കെയാണ് നമുക്ക് കടങ്കഥയ്ക്ക് മലയാളത്തിൽ പറയുന്ന പേരുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, കടങ്കഥയ്ക്ക് മറ്റു ഭാഷകളിൽ പറയുന്ന പേരുകൾ ഏതെല്ലാമാണ്? അണ്ടർലൈൻ ചെയ്തോ ആ ക്വസ്റ്റ്യൻ ആൻസർ. അതിൻ്റെ അകത്ത് തമിഴിൽ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? വിടുകഥൈ, വെടി, രണ്ട് പേര് പറയുന്നുണ്ട് കടങ്കഥയ്ക്ക്. ഒന്ന് തമിഴിൽ പറയുന്ന ഏതാണ്? വിടുകഥൈ, വെടി. കന്നഡത്തിലും തുളുവിലും ഒഗഡു. തെലുങ്കില് വീടി കഥ. സംസ്കൃതത്തിൽ നമ്മൾ പറയുന്ന ഗൂഢപ്രശ്നം, ചിത്രപ്രശ്നം, കൂടോക്തി. പ്രഹേളിക, പ്രാകൃത ഭാഷയില് പഹേലി എന്നൊക്കെ കടങ്കഥയ്ക്ക് പേരുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ വൺ വേർഡ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കണം. തമിഴിൽ പറയുന്ന എന്താണ്, മലയാളത്തിൽ പറയുന്ന എന്താണ്, അത് പഠിക്കാൻ പാടായതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ തന്നെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത്. തമിഴില് വിടുകഥൈ, വെടി എന്നും പറയും. കന്നഡത്തിലും തുളുവിലും നമ്മൾ പറയുന്ന ഒഗഡു. തെലുങ്കില് വീടി കഥ. സംസ്കൃതത്തിലെ ഗൂഢപ്രശ്നം, ചിത്തപ്രശ്നം, കൂടോക്തി, പ്രഹേളിക. ഈ തൊൽക്കാപ്യത്തിൽ ഒരു ഭാഷ നടക്കും. തൊൽക്കാപ്യത്തിൽ അതെന്ത്? ടെക്സ്റ്റില് പേജ് നമ്പർ ഒന്ന് പറയാമോ? ടെക്സ്റ്റിലെ പേജ് 190. ഉത്തരത്തിനകത്ത് കിടക്കുന്നത് 27.6.1. ടെക്സ്റ്റ് 190. അതായത് വിടുകഥൈ, വെടി തമിഴ്, പിച്ചി തൊൽക്കാപ്യത്തിൽ, ഒഗഡു കന്നഡ തുളു, വിടിക്കഥ തെലുങ്ക് കന്നഡ. തോൽക്കാപ്പി എന്ന് പറഞ്ഞ ഒരു കൃതിയാണ് കേട്ടോ. അത് കൃതിയാണോ അതോ ഭാഷയാണ്? തമിഴിലുള്ള ഒരു കൃതിയാണ് തൊൽക്കാപ്പിയം. അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാണ് പീച്ചി എന്നാണ് കടങ്കഥയ്ക്ക് പറഞ്ഞിരിക്കുന്ന പേര്. അത്രേ ഉള്ളൂ. അത് ശരി, ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? അപ്പത്തിൽ കൂടും അടയിൽ കൂടില്ല. ഈ കടങ്കഥയിൽ കുരുക്കുണ്ടായത് എങ്ങനെയാണ്? അപ്പത്തിൽ കൂടും അടയിൽ കൂടും. കടങ്കഥയാണ്. ഇനി നമ്മൾ പഠിക്കുന്ന ഏതാണ്? കടങ്കഥയാണ്. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ആലോചിച്ച് പറയാനായിട്ട്. അപ്പത്തിൽ കൂടും അടയിൽ കൂടില്ല. നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? പലഹാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് വിചാരിക്കും അല്ലെ? പക്ഷെ ഇവിടെ കുരുക്കുണ്ടാക്കി നമ്മൾ എന്താണ് ഉത്തരം പറയാതിരിക്കാനുള്ള പരിപാടി. കടങ്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കടം കുടിപ്പിക്കുക, അങ്ങനെയാണ് അല്ലെ? അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് പറയുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ കുരുക്കുണ്ടാകുന്നത് എങ്ങനെയാണ്? ശ്രദ്ധ ധരിച്ചുകൊണ്ടാണ്. അപ്പൊ അപ്പം, അട, നമ്മുടെ ചുണ്ടാണ് അതിൻ്റെ അകത്ത് ഉത്തരമായിട്ട് വരുന്നത്. അപ്പം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ചുണ്ട് കൂടും. അപ്പം കണ്ടോ, ചുണ്ട് കൂടും. അട എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ചുണ്ട് വിടരും. അപ്പൊ അതാണ് അതിൻ്റെ അകത്താണ് ഉച്ചാരണത്തില് ഉള്ള പ്രശ്നങ്ങള്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ, അപ്പത്തിൽ കൂടും അടയിൽ കൂടില്ല. എന്തുകൊണ്ടാണ് ആ ചോദ്യം? അപ്പത്തിൽ ചുണ്ടാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? അപ്പം എന്ന് പറയുമ്പോൾ ചുണ്ട് നമ്മുടെ കൂടും. അട എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? വിടരും. അത്രേ ഉള്ളൂ. ചുണ്ടാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. കടങ്കഥയാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ചില കടങ്കഥകൾ വിരോധ പ്രതീതിയെ ആശ്രയിച്ച് നിൽക്കുന്നു. ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ടിക്ക് ചെയ്ത് പോണേ.
ഉത്തരം കണ്ടെത്താൻ വിഷമമുണ്ടാക്കുന്ന അനാവശ്യ വിവരണം നൽകുന്ന കടങ്കഥകളാണ് വിരോധ പ്രതീതി ഉളവാക്കുന്നത്. ഉദാഹരണത്തിന് മുക്കിയിട്ട് നനയാത്ത പട്ട്, ചേമ്പില, പക്ഷേ അച്ഛൻ ഒരു പട്ട് തന്നു എന്ന അനാവശ്യ വിവരണം തന്നിരിക്കുന്നു. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കടങ്കഥയാണ് അല്ലെ. അപ്പൊ എന്താണ്, അച്ഛൻ എനിക്കൊരു പട്ട് തന്നു, മുക്കിയിട്ടും നനയുന്നില്ല. നമ്മൾ പെട്ടെന്ന് എന്താണ് ഏതെങ്കിലും വസ്ത്രമായിരിക്കും അല്ലെ, ഇത് എന്ത് ടൈപ്പ് തുണിയായിരിക്കും എന്നൊക്കെ ആയിരിക്കും നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ചേമ്പിലയാണ്. ചേമ്പിലക്കകത്ത് വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യും? നിക്കൂല അല്ലെ. എന്നാല് ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ചേമ്പിലക്കകത്തേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കും, അത് നനയില്ല. അപ്പൊ അതാണ് അച്ഛൻ എനിക്കൊരു പട്ട് തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വഴിതെറ്റിക്കും. അതാണ് വിരോധ പ്രതീതി. വിരോധമായിട്ടല്ലേ കൊടുത്തേക്കുന്നത്, നമ്മൾ എതിരായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഒരിക്കലും ആൻസറിലേക്ക് എത്തരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കടങ്കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉണ്ടിട്ട് തീരാത്ത ഉരുള, അതിന്റെ ആൻസർ എന്താണ്? അമ്മിക്കല്ലാണ്. ഇവിടെ അച്ഛൻ എനിക്കൊരു ഉരുള തന്നു, ഉണ്ടിട്ടും തീരുന്നില്ല. കേട്ടിട്ടില്ലേ ആ ഒരു കടങ്കഥ? അച്ഛൻ എനിക്കൊരു ഉരുള തന്നു, ഉണ്ടിട്ടും തീരുന്നില്ല. നമ്മൾ ആലോചിക്കുക, അച്ഛൻ എന്ത് ഉരുളയാ തന്നത്, എന്താ തീരാത്തത് അല്ലെ? നമ്മൾ എന്താന്ന് ഓർക്കും, വലിയ ആഹാരോ ഭക്ഷണ പദാർത്ഥമാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ എന്താണ്, ഏതിനെയാണ് വിചാരിക്കുന്നത്? അമ്മിക്കല്ലാണ് അല്ലെ. അച്ഛൻ എനിക്കൊരു ഉരുള ഇങ്ങ് എടുത്തു തന്നു, അത് എന്ത് ചെയ്തിട്ടും ഉണ്ടിട്ടും എന്ത് ചെയ്യുന്നില്ല? തീരുന്നില്ല. ഇതൊക്കെ എന്താണ്, നമ്മളെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാനുള്ള സൂത്രങ്ങളാണ് ഇങ്ങനെയുള്ള കടങ്കഥകള്. അടുത്തത് പ്രഹേളിക എന്നാൽ എന്ത്? അണ്ടർലൈൻ ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്. ചിരവയ്ക്കുണ്ടായ കടങ്കഥ ഉദ്ധരിച്ച് വിശദീകരിക്കുക. കടങ്കഥകൾ പോലുള്ളവയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പ്രഹേളിക. ഇപ്പൊ കടങ്കഥ പോലുള്ളവർക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരെന്താണ്? പ്രഹേളിക. അപ്പൊ അണ്ടർലൈൻ ചെയ്യണം. നമ്മളിപ്പോ പഠിച്ചോളൂ വൺ വേർഡിനകത്ത്. കടങ്കഥയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പ്രഹേളിക എന്ന് പറയുന്നത്. കടങ്കഥകളിൽ ഒരു വസ്തുവിനെ മറ്റൊന്നായി ആരോപിച്ച് പറയാറുണ്ട്. എന്താണ് ഇതിന്റെ ഒരു പ്രഹേളികയുടെ ഒരു ഇതെന്താണ്? ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊന്നായിട്ട് ആരോപിച്ച് പറയും അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പൊ വേറൊരാളാണെന്ന് പറയാം, അല്ലെങ്കിൽ വേറെ ഒരു വസ്തുവിനെ നമുക്ക് എന്താണ്, ഇപ്പൊ എന്റെ ഇരിക്കുന്ന പുസ്തകം ഇത് എന്താണ്, പുസ്തകമാണ്, അല്ലെങ്കിൽ എനിക്ക് പറയാം ഇത് പുസ്തകമല്ല നോട്ട്ബുക്ക് ആണെന്ന് പറയാം. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മളെ എന്ത് ചെയ്യുന്നു? ഒരു വസ്തുവിനെ മറ്റൊന്നായിട്ട് പറയുന്നത്. ഉദാഹരണത്തിന് ചിരവ നാക്ക്. നമ്മൾ തേങ്ങ എന്തായാലും ഉപയോഗിക്കുന്ന ചിരവേനെ അറിയാലോ. അപ്പൊ അതിന്റെ ആ ചിരവ ഉത്തരമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രഹേളികയാണ് വായില്ലാത്ത നാക്കും നാക്കിൻമേലത്തെ പല്ലും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിരവ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ തേങ്ങ എന്നത് ചിരവയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നാക്കുണ്ട്, വായില്ല, പക്ഷെ എന്താ ഉള്ളത്? നാക്കുള്ളൂ. ആ നാക്കിന്റെ അറ്റത്താണ് എന്ത്? നാക്കിന്മേലാണ് എന്തുള്ളത്? പല്ലുള്ളത്. നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കാനാണ് ഇങ്ങനെയുള്ള എന്ത് കൊടുത്തിരിക്കുന്നത്? ഒന്നിനെ മറ്റൊന്നായിട്ട് ആരോപിച്ച് പറയുന്നത്. അപ്പൊ ഓർത്തോണം, എപ്പോഴും കടങ്കഥ എന്ന് പറയുന്നത് നമ്മൾ ഉത്തരത്തിലേക്ക് ഒരിക്കലും എത്താതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്തത്, അത് ഇമ്പോർട്ടന്റ് ആട്ടോ. ചീനിയെ സംബന്ധിച്ച കടങ്കഥയിൽ ചെറിയ ഒളിച്ചു വെക്കലേ ഉള്ളൂ, വിശദമാക്കുക. ആദ്യാരോപമില്ലാതെ ചെറിയ ഒളിച്ചുവെക്കൽ കടങ്കഥയുടെ ബീജമാകാം. ചീരയെ കുറിച്ചുള്ള കടങ്കഥ ഉദാഹരണമാണ്. അപ്പൊ എന്താണ്, ഒരേ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നത്. അപ്പൊ ചെറിയൊരു ഒളിച്ചുവെക്കൽ നമുക്ക് നോക്കിയേ. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. ഇതിന്റെ ഉത്തരം എന്താണ്? ചീരയാണ്. അപ്പൊ ചീരത്തണ്ട് നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടി പിടിക്കാം, പക്ഷെ അരിഞ്ഞു കഴിയുമ്പോൾ എന്തുണ്ട്? കുറേ ഉണ്ട് അല്ലെ. അപ്പൊ അതിനാണ് പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. നമുക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരും. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ, അത് ടിക്ക് ചെയ്യണം. ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അന്നരാജൻ എഴുന്നള്ളുമ്പോൾ ആശാരി ചെറുക്കൻ തടഞ്ഞു നിർത്തി ഉത്തരം എഴുതി വിശദീകരിക്കുക. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? പരിചയമുള്ള വസ്തുക്കളെ പ്രവൃത്തി ചെയ്യുന്ന ആളായിട്ട് ചിത്രീകരിക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോണം കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ ഈ ഒരു കടങ്കഥയുടെ പ്രത്യേകത എന്താ? ഇവിടെ പരിചയമുള്ള വസ്തുവിനെ പ്രവൃത്തി ചെയ്യുന്ന ആളായി ചിത്രീകരിക്കും. ഉൽപ്പന്നത്തെ വേണമെങ്കിൽ അതുണ്ടാക്കുന്ന വസ്തുവായോ ഉൽപാദകനാക്കിയോ മാറ്റും. വസ്തുവിനെ ഭാഗികമായി ഗുണസാമ്യമുള്ള മറ്റൊരു വസ്തുവായി കൽപ്പിക്കും. അപ്പം അതിന്റെ ഒരു കേസാണ്. അപ്പൊ ആ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ. അന്നരാജൻ എഴുന്നള്ളുമ്പോൾ ആശാരി ചെറുക്കൻ തടഞ്ഞു നിർത്തി. ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ അന്നരാജൻ എന്ന് പറയുന്നത് ഏതിനെയാണ്? നമ്മൾ അരി വാർക്കുന്നില്ല, നമ്മള് അരി വേകാൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അരി വാർക്കുന്ന അതിനെയാണ് പറയുന്നത്. അപ്പൊ എന്താണ്, അന്നരാജൻ എന്ന് പറയുന്നത് ആരെയാണ്? ചോറിനെയാണ്. അപ്പൊ അന്നരാജന് എഴുന്നള്ളി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആശാരി ചെറുക്കൻ തടഞ്ഞു നിർത്തി. നമ്മളൊരു പാത്രം വെച്ചിട്ടാണല്ലോ പണ്ട് കാലത്ത് അടച്ചാറ്റി എന്ന് പറയുന്ന സാധനം അല്ലേ? അത് തന്നെ. പല ദേശത്തും പല പേരാന്ന് തോന്നുന്നു അതിന് പറയുന്നത്.
അല്ലെ നമ്മൾ ചോറ് വറക്കുന്ന ഒരു എന്താണ് മരത്തിന്റെ ഒരു അടപ്പലക എന്നൊക്കെ പറയുന്നൊരു ഇത്. ഇപ്പൊ നമ്മുടെ സ്റ്റീലിന്റെ അതുപോലെ അലുമിനിയത്തിന്റെ ഒക്കെ തുളയുള്ള പാത്രങ്ങളിൽ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് അരി വറക്കുന്നത്. അപ്പൊ അന്നരാജൻ ആരാണ്? ചോറാണ്. തടഞ്ഞു നിർത്തിയ ആരാണ്? ആശാരി ചെറുക്കനാണ്. ആശാരി ചെറുക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചു വെക്കുന്ന ആ പാത്രം അടപ്പലയൊക്കെയാണ് പറയുന്നത്. ഇവിടെ എന്താണ് അരി വാർക്കുന്നു. അരി വാർത്തു വെച്ച് എന്താണ് പാത്രം വെച്ച് നമ്മൾ ചോറിനെ അങ്ങോട്ട് തടഞ്ഞു നിർത്തുകയും വെള്ളത്തിനെ എന്ത് ചെയ്യും പുറത്തേക്ക് വിടുക. എത്രയേ ഉള്ളൂ കേസ്. പക്ഷെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ആൻസറിലേക്ക് എത്തിച്ചേരൂല. അത്രയേ ഉള്ളൂ. പിന്നെ പുതിയ കാലത്തിന്റെ സൃഷ്ടിയായ 3 കടങ്കഥകൾ എഴുതുക. ഇപ്പൊ എന്താണ് ഇവിടെ ഞെക്കിയാൽ അവിടെ കറങ്ങും. എന്താണ്? ഫാന്. സ്വിച്ച് ഇട്ട ഫാൻ കറങ്ങും. ഇലയില്ല വള്ളിയിൽ പൂ പോലെ കായ്. ഇലയില്ല വള്ളിയിൽ പൂ പോലെ കായ്. ബൾബും അതിന്റെ വയറും. മണിയടിച്ചാൽ പാമ്പ് ഓടും. എന്താണ്? തീവണ്ടിയാണ്. കടങ്കഥയിൽ അടുത്ത ക്വസ്റ്റ്യൻ, കടങ്കഥയിൽ ശബ്ദാവർത്തനം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? തുടർച്ച കാണിക്കുന്നതിനാണ് കടങ്കഥയിൽ ശബ്ദാവർത്തനം ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണേ. ശബ്ദാവർത്തനം കൊണ്ടുള്ള എന്താണ്? തുടർച്ച കാണിക്കുന്നതിനാണ് കടങ്കഥയിൽ ശബ്ദാവർത്തനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഉദാഹരണം, കൊക്കിരിക്കും കുളം വറ്റി വറ്റി. എന്താണ്? വിളക്കാണ്. അപ്പൊ വിളക്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ചു വെക്കും. കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? എണ്ണ വറ്റിപ്പോകും. അപ്പൊ കൊക്കിരിക്കുന്നിടത്ത് എന്ത് ചെയ്യുക? അതിൻ്റെ കുളത്തിലെ കുളം മൊത്തം വറ്റിപ്പോകുന്ന. കൊക്കിരിക്കും കുളം വറ്റി വറ്റി. എന്താണ് ഉത്തരം? വിളക്കാണ്. തുടച്ചാലും തുടച്ചാലും ചേറ് പോകാത്ത കണ്ണാടി. എന്താണ്? ചന്ദ്രനാണ്. ചന്ദ്രന്റെ അകത്ത് എപ്പോഴും എന്താണ് നല്ല തെളിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ എന്താണ് കുഴികളും ഗർത്തങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പാടുകളായിട്ട് കാണും. അതാണ് തുടച്ചാലും തുടച്ചാലും ചേറ് പോകാത്ത കണ്ണാടി എന്ന് പറഞ്ഞാൽ ആരെയാണ്? ചന്ദ്രനെയാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷയുടെ പല അലങ്കാരങ്ങളും കടങ്കഥകളും തമ്മിലുള്ള ബന്ധമുണ്ട്. ചിലപ്പോൾ കടങ്കഥയിലെ പദങ്ങൾ പ്രാസത്തിനും താളത്തിനും നിരക്കുന്ന നിരർത്ഥക പദമാകും. പക്ഷെ പ്രാസതാളത്തിൽ നിന്ന് ഒരു അർത്ഥം ജനിക്കും. ഉദാഹരണത്തിന് ആനയുടെ നടത്തം. ചിലപ്പോൾ വലിയ അർത്ഥം എന്നുള്ള വാക്കുകളായിരിക്കില്ല. പക്ഷെ അതങ്ങ് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? തന്നെ അതിന് അവർ താളത്തിൽ അങ്ങ് പറയുമ്പോൾ അതിന് പ്രാസം ഒപ്പിച്ചങ്ങ് പറയുന്നതാണ്. തത്തക്കം പിത്തക്കം 4 ആള്. ആനയെ കുറിച്ചാണ് പറയുന്നത്. ആനയുടെ നടത്തത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. തത്തക്കം പിത്തക്കം 4 ആള്. ആ കാലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, പാവൽ വള്ളിയിലെ ഇല. ഇല കാരക കോരക. ഇല കാരക കോരക എന്ന് പറഞ്ഞാൽ അതാണ് പാവൽ വള്ളിയിലെ ഇലക്കാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കടങ്കഥകൾ താളത്തിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്? പല കടങ്കഥകളും നാടൻ പാട്ടിൽ നിന്നും വളരെ അകലുന്നില്ല. പദ്യ വിഭാഗവുമായിട്ടാണ് കടങ്കഥയ്ക്ക് ബന്ധം. വൃത്തഗന്ധവും പ്രാസഭംഗിയും മാത്രമല്ല ആഹ്ലാദഭാവവും തിളങ്ങുന്നുണ്ട് മിക്ക കടങ്കഥകളിൽ. അപ്പൊ കടങ്കഥ എന്താണ്? ചിലപ്പോൾ വൃത്തത്തിലൊക്കെ ആയിരിക്കും, പല വൃത്തങ്ങളിലായിരിക്കും എഴുതുന്നത്. പ്രാസം ഒപ്പിച്ചായിരിക്കും. അങ്ങനെ നമ്മളെ കവിതകളൊക്കെ എഴുതുന്നതിന് ഓരോ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആഹ്ലാദഭാവമുണ്ട് മിക്ക കടങ്കഥകളിലും. അങ്ങനെയൊക്കെ ഉള്ളത് ഒന്ന് ഓർത്ത് വെച്ചോളാം. 3 എണ്ണം. വൃത്തം ഉണ്ടാവും, പ്രാസം ഉണ്ടാവും, ആഹ്ലാദഭാവവും ഉണ്ടാവും. പിന്നെ കാലത്തിന്റെ മാറ്റം കടങ്കഥകളിൽ എങ്ങനെ അനുഭവപ്പെടുന്നു? 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കടങ്കഥകളിൽ പഴയ കാലവും പുതിയ കാലവും ഉൾക്കൊള്ളുന്നുണ്ട്. പഴയകാല കടങ്കഥകളിൽ മിക്കതും നാടൻ പാട്ടുകളും പദ്യശകലങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നതായി കാണാം. പലപ്പോഴും നേരം പോക്ക് സഭകളിലാണ് കടങ്കഥകൾ ചൊല്ലിയിരുന്നത്. സാമൂഹ്യ സാഹചര്യങ്ങൾ മാറുകയും നവീന കണ്ടുപിടുത്തങ്ങൾ വരികയും ചെയ്തതോടുകൂടി കടങ്കഥകളുടെ രീതിയും ഭാവവും മാറി. കടങ്കഥയുടെ രചനയ്ക്ക് തക്ക മനോഭാവം അവശേഷിക്കുന്ന കാലത്തോളം കടങ്കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് ലേഖകൻ പറയുന്നു. ഉദാഹരണത്തിന്, ഇലയില്ല വള്ളിയിൽ പൂ പോലെ കായ. ഉത്തരം ബൾബ്. തുടങ്ങിയ പുതുതലമുറയിലെ കടങ്കഥകളും ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്നത് നമുക്ക് ഈ പാഠഭാഗത്തിന്റെ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? കടങ്കഥകളെ സ്വഭാവം അനുസരിച്ച് വർഗീകരിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ എസ്എ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ പാഠഭാഗം മുഴുവൻ വായിച്ചു നോക്കുന്നതിനേക്കാളും കൂടുതൽ അതിന്റെ മുഴുവൻ കണ്ടന്റ് ഉൾക്കൊണ്ടാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പൊ കടങ്കഥകളെ അതിന്റെ സ്വഭാവം അനുസരിച്ച് എത്രയായിട്ടാണ് തിരിക്കുന്നത്? 6 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത്തേതാണ് വിരോധ പ്രതീതി ഉള്ളവ. അത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഒന്നാമത്തേതാണ് വിരോധ പ്രതീതി ഉള്ളവ. രണ്ടാമത് കാര്യഹേതുക്കളുടെ പൊരുത്തക്കുറവുള്ളവ. 3 ഉറച്ചുപോയ ആദ്യാരോപങ്ങൾ ഉള്ളവ. അടുത്തതാണ് അവർണ്യ വൃത്താന്തോപത്തിലൂടെ ചമൽക്കാരം ലഭിച്ച് പ്രഹേളികത്തിൽ എത്തുന്നവ. പ്രവൃത്തിയിൽ പൊരുത്തമില്ലാത്ത 2 വാഗ്മയ ചിത്രങ്ങളെ ഉപഹൂനം ചെയ്യുന്ന കടങ്കഥകൾ.
പിന്നെ ഏതാണ് അലങ്കാരങ്ങളും താളങ്ങളും ഉൾപ്പെട്ട കടങ്കഥകൾ. അങ്ങനെ കടങ്കഥേനെ എത്രയായിട്ടാണ് തിരിക്കുന്നത്? 6 തിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ വിരോധ പ്രതീതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാൻ വിഷമിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ചുറ്റിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നേരെ വിപരീതമായിട്ടായിരിക്കും അതിന്റെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അച്ഛൻ എനിക്കൊരു പട്ട് തന്നു, മുക്കിയിട്ട് നനയുന്നില്ല, ചേമ്പിലെയാണെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിൽ വിചാരിക്കുക. നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും വിചാരിക്കുക? ഏതെങ്കിലും വസ്ത്രമായിരിക്കും എന്നായിരിക്കും വിചാരിക്കുക. അച്ഛൻ എനിക്കൊരു ഉരുള തന്നു, ഉണ്ടിട്ട് തീരുന്നില്ല, എന്താണ് ഉത്തരം? അമ്മിക്കല്ലാണ്. അല്ലെ? നമ്മൾ ഒരിക്കലും ഉത്തരത്തിലേക്ക് എത്താതിരിക്കാൻ വിരോധമായിട്ട് നേരെ എതിരായിട്ടായിരിക്കും അതിന്റെ ചോദ്യങ്ങൾ നമ്മളോട് പറയുക. അങ്ങനെയുള്ളതാണ് ഏതാ? വിരോധ പ്രതീതിയുള്ളവ. രണ്ടാമതായിട്ട് ചോദിക്കുന്ന ഏതാണ്? കാര്യഹേതുക്കളുടെ പൊരുത്തക്കുറവുള്ളവ. അപ്പൊ ഒരു പ്രവൃത്തിയും അതിന്റെ ഫലവും തമ്മിൽ എന്ത് കാണുന്നു? പൊരുത്തക്കുറവ് ഉണ്ടാവും. ഇപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതിന്റെ ഫലവും തമ്മിൽ എങ്ങനെയായിരിക്കും? രണ്ട് വഴിയായിരിക്കും. അതിനെയാണ് കാര്യഹേതുക്കളുടെ പൊരുത്തക്കുറവുള്ളവ എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണമായിട്ട് എന്താണ്? സൈക്കിൾ ഓടിക്കുന്നത്. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടും. നമ്മൾ എത്ര ആലോചിച്ചാലും ചിലപ്പോൾ സൈക്കിളാന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല. നമ്മളിപ്പോ പഠിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളോട് പെട്ടെന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെ? വട്ടത്തിൽ ചവിട്ടും. നമ്മൾ സൈക്കിളിന്റെ അത് പെഡലെ ചവിട്ടുമ്പോൾ അത് വട്ടത്തിൽ നമ്മൾ ചവിട്ടുമ്പോൾ സൈക്കിൾ എന്ത് ചെയ്യും? നീളത്തില് ഓടും. അടുത്തത് ഉറച്ചുപോയ ഉറച്ചുപോയ ആദ്യാരോപങ്ങൾ ഉള്ളവ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താന്ന് നോക്കിയേ. ഒന്നിൽ മറ്റൊന്ന് ആരോപിക്കുന്നതാണ് ആദ്യാരോപം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തേ. ഒന്ന് മറ്റൊന്നിൽ ആരോപിക്കുന്നതാണ് ആദ്യാരോപം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ചിരവനാക്ക് നമ്മൾ പറഞ്ഞു പോയതാണ്. അല്ലെ? കസേര, കൈ തുടങ്ങിയ വാക്കുകള്. ഇങ്ങനെയുള്ള വാക്കുകൾ ഉത്തരം കിട്ടാത്ത വിധത്തിലുള്ള കടങ്കഥകൾക്ക് ഉദാഹരണമാണ് അണ്ടർലൈൻ ചെയ്യണേ. ഒന്നിൽ മറ്റൊന്ന് ആരോപിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? ആദ്യാരോപം. ചിരവനാക്ക്, അല്ലെ? ചിരവനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ചിരവനാക്ക്. അപ്പൊ വായില്ല, നാക്ക് മാത്രമേ ഉള്ളൂ. ആ നാക്കിന്റെ അറ്റത്താണ് എന്തുള്ളത്? പല്ലുള്ളത്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കസേരയ്ക്ക് എവിടെയെങ്കിലും കൈ ഉണ്ടായിട്ട് അറിയത്തില്ല. നമുക്ക് ഇരിക്കാനാണ് നമ്മൾ കസേര ഉപയോഗിക്കുന്നത്, അതിന് കൈയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. വായില്ലാത്ത നാക്കും നാക്കിന്മേലത്തെ പല്ല്. ഉദാഹരണം ഏതാണ്? ചിരവ. ഇതിനകത്ത് കുറേ കടങ്കഥകളുണ്ട്. ഒന്ന് നോക്കി പഠിച്ചോണം കേട്ടോ. ഒരുപാട് കടങ്കഥയുണ്ട് ഇതിൻ്റെ അകത്ത്. അടുത്തതാണ് അവർണ്യ വൃത്താന്തോപത്തിലൂടെ ചമത്കാരം ജനിപ്പിച്ച് പ്രഹേളികത്തിൽ എത്തുന്നവ. ഉദാഹരണം പകലെല്ലാം പൊത്തും പിടിയും, രാവായാൽ കുടിയിരിപ്പും. അപ്പൊ ഇതിന്റെ ഒരു ഉത്തരമായിട്ട് വരിക എങ്ങനെയായിരിക്കും? അപ്പൊ പകലെല്ലാം പൊത്തും പിടിയും, പകലെപ്പോഴും വഴക്കൂടിക്കൊണ്ടിരിക്കും, രാത്രി എങ്ങനെയാണ്? കൂട്ടുകൂടിയിരിക്കും. അങ്ങനെയാണ് പറയുക. അപ്പൊ എന്താണ് ഇതിന്റെ ഉത്തരം എന്താണ്? ഭാര്യയും ഭർത്താവും എന്നാണ് തോന്നുക. പക്ഷേ അതിന്റെ ഉത്തരം എന്താണ്? കൺപോളകളാണ്. അപ്പൊ കൺപോളകളുടെ പ്രത്യേകത എന്താണ്? പകല് നമ്മള് ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺപോളകൾ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇങ്ങനെ എപ്പോഴും അടഞ്ഞും തുറന്നും ഇങ്ങനെ ഇരിക്കും. അല്ലെ? നമ്മൾ എപ്പോഴും ഈമ വെട്ടിക്കൊണ്ടിരിക്കൂലേ? എപ്പോഴും കണ്ണിങ്ങനെ തുറന്നിരിക്കുമല്ലേ? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി? ചിമ്മിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ രാത്രിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും? കണ്ണ് തുറന്നിരിക്കുമല്ലോ, നമ്മൾ കണ്ണ് അടച്ചിരിക്കും. അപ്പൊ അതാണ് പകലെല്ലാം പൊത്തും പിടി. എപ്പോഴും വന്ന് ഈ രണ്ട് പോളുകളും തമ്മിൽ എങ്ങനെയാണ്? ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും. രാത്രിയായാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ണ് അടഞ്ഞിരിക്കും. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? കൺപോളകളാണ്. ഒരിക്കലും നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേരൂല. അതുപോലത്തെ ഒരു ചോദ്യമാണ് എന്താണ്? തോളിൽ തൂങ്ങും തല്ലും കൊള്ളും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓർക്കുക കുഞ്ഞു കുട്ടികളെയാണ്. അപ്പൊ അവരെങ്ങനെയായിരിക്കും? തോളിൽ തൂങ്ങുകയും ചെയ്യും, അടി മേടിക്കുകയും ചെയ്യും. നമ്മൾ കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കുള്ളൂ. പക്ഷെ ഉത്തരം എന്താണ്? ചെണ്ടയാണ്. ചെണ്ട എങ്ങനെയാണ്? നമ്മൾ തോളത്തിട്ടിട്ടാണ് ചെണ്ടക്കിട്ട് അടി കൊടുക്കുന്നത്. അല്ലെ? നമ്മളെ എന്തോരം വഴിതെറ്റിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ കടങ്കഥകള്. ഇനി അടുത്ത് പ്രവൃത്തിയിൽ പൊരുത്തമില്ലാത്ത രണ്ട് വാഗ്മയ ചിത്രങ്ങളെ ഉപഗൂഹനം ചെയ്യുന്ന കടങ്കഥകൾ. ഇപ്പൊ എന്താണ്? ഇത്തരം കടങ്കഥകൾ നിത്യപരിചയത്തിലുള്ള പ്രവൃത്തികളും വസ്തുക്കളുമാണ് പ്രതിപാദ്യ വിഷയങ്ങൾ. അണ്ടർലൈൻ ചെയ്യണേ. ഈ ഒരു നമ്മുടെ പറഞ്ഞേക്കുന്ന പ്രവൃത്തിയിൽ പൊരുത്തമില്ലാത്ത രണ്ട് വാഗ്മയ ചിത്രങ്ങളെ ഉപഗൂഹനം ചെയ്യുന്ന കടങ്കഥകൾ എന്ന് പറഞ്ഞതാണ്. ഇത്തരം കടങ്കഥകൾ നിത്യപരിചയത്തിലുള്ള പ്രവൃത്തികളും വസ്തുതകളുമാണ് എന്ത്? പ്രതിപാദ്യ വിഷയങ്ങൾ. ഉദാഹരണം ഏതാണ്? അടപ്പലക, ഓലക്കുട, കയില്, കലം, തേങ്ങ, ചീര, ആട് മുതലായവ. ഇവയെ കടങ്കഥയിൽ എന്ത് ചെയ്യും? മാറ്റിവെക്കും. പ്രവൃത്തി ചെയ്യുന്ന ആളാക്കും. ഉൽപ്പന്നത്തെ അത് ഉണ്ടാക്കുന്ന വസ്തുവായോ ഉൽപാദകനാക്കിയോ മാറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ അന്നരാജനെ എഴുന്നള്ളുമ്പോ ആശാരി ചെറുക്കൻ തടഞ്ഞു നിർത്തി. നമ്മള് ഓർക്കും ഇത് എന്താന്ന് ആലോചിച്ചു. അപ്പൊ അന്നരാജൻ എന്താണ്? ചോറിനാണ് അന്നരാജൻ. ആശാരി ചെറുക്കനായിട്ട് ആരെയാ പറഞ്ഞേക്കുന്നത്? അടപ്പലകയെ, നമ്മൾ കഞ്ഞി വാർക്കുന്ന ആ പാത്രത്തിനെയാണ്, അല്ലെ?
ഒരു ആ പാത്രത്തിനെയാണ് അടപ്പലയൊക്കെയാണ് പറയുന്നത് ആശാരി ചെറുക്കൻ എന്ന് പറഞ്ഞ. ആശാരി ചെറുക്കൻ വന്ന് തടഞ്ഞു നിർത്തി. അപ്പൊ അന്നരാജനെ എഴുന്നള്ളുമ്പോ ആശാരി ചെറുക്കൻ തടഞ്ഞു നിർത്തിയോ, രാജാവ് വരുമ്പോ തടഞ്ഞു നിർത്തിയോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കും. ഉത്തരം എന്താണ്? കഞ്ഞി വാർക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ഭാഗം അലങ്കാരങ്ങളും താളങ്ങളും ഉൾപ്പെട്ട കടങ്കഥകള്. ചില കടങ്കഥകൾ സംഭവാലങ്കാരത്തിന്റെ മട്ടിൽ അത് ഉണ്ടാക്കിയാൽ ഇത് ഉണ്ടാകുമെന്നും പറയുന്നു. അതുണ്ടായാൽ ഇതുണ്ടാവും. ചിലപ്പോ എന്താണ് താളങ്ങളും അലങ്കാരങ്ങളൊക്കെ കൂട്ടി നമുക്ക് ഈണത്തിൽ ചൊല്ലാൻ പരുവത്തിന്. കായിൽ പിടിച്ചാൽ തോളിൽ കയറും. ഉത്തരം എന്താണ്? കുടയാണ്. കാരണമുണ്ടായിട്ടും കാര്യം നടക്കുന്നില്ല എന്ന രീതിയിലുള്ള വിശേഷോക്തിയുള്ള കടങ്കഥയ്ക്ക് ഉദാഹരണമാണ് നമ്പൂരി വെന്താലും പൂണൂല് വേവൂല. അപ്പൊ ഉത്തരം എന്താണ്? കാട്ടുവഴിയാണ്. ഇപ്പൊ നമ്മള് കുറെ പുല്ലൊക്കെ മുളച്ചിരിക്കുകയാണ്. നമ്മൾ നടക്കുന്ന നടപ്പാത മാത്രം ഇങ്ങനെ തെളിഞ്ഞു കിടക്കും. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും? പുല്ല് പിടിച്ചിരിക്കും. നമ്മൾ എപ്പോഴും നിത്യം നടക്കുന്ന വഴി എങ്ങനെയായിരിക്കും? എപ്പോഴും തെളിഞ്ഞു കിടക്കും. ബാക്കി ഭാഗം എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മള് ഏതിലെങ്കിലും നമ്മുടെ പറമ്പിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ പുല്ല് കിളിർത്ത് കിടക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും നടക്കുന്ന വഴി, ആ വഴിക്ക് നമ്മൾ നടക്കുന്ന ചവിട്ടടിപ്പാത മാത്രം എങ്ങനെയായിരിക്കും? തെളിഞ്ഞു കിടക്കും. അതാണ് നമ്പൂരി വെന്താലും പൂണൂല് വേവില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഉത്തരത്തിലേക്ക് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? എത്തൂല. ഇവിടെ കാടിനെ എന്തായിട്ടാണ് പറയുന്നത്? നമ്പൂതിരിയായിട്ട്. വഴിയെ ഏതായിട്ടാണ് പറയുന്നത്? പൂണൂലായിട്ട് അല്ലെ? നമ്മള് ഇപ്പൊ അത് തന്നെ നമ്മള് ഉദാഹരണം പറയുന്നത്. ഇപ്പൊ കാടിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ഇപ്പൊ നമ്മുടെ പറമ്പിലേക്ക് നോക്കിയറിയാം. നമ്മൾ നടക്കുന്ന ചവിട്ടടി ആ പാത തന്നെ നമുക്ക് നോക്കിയറിയാം. അവിടെ മാത്രം തെളിഞ്ഞു കിടക്കണ്ടാവും. ബാക്കിയെല്ലാം എന്ത് ചെയ്തിരിക്കും? നിറച്ച് കാട് പിടിച്ച് കിടക്കുകയായിരിക്കും. കാട് വെന്തിട്ടും വഴി വേവാത്തതിനെ പൊരുത്തക്കുറവ് എന്ന മട്ടിൽ എന്ത് ചെയ്യുന്നു? ആവിഷ്കരിച്ചിരിക്കുന്നു. ഇപ്പൊ കാടിനാണെങ്കിലും നമ്മൾ തീയിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ നടക്കുന്ന ഭാഗം എന്ത് ചെയ്തിരിക്കും? തെളിഞ്ഞു കിടക്കും അല്ലെ? ഇപ്പൊ പറമ്പിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും എന്താണ് ഇപ്പൊ ഇച്ചിരി തീയിട്ടു അല്ലെങ്കിൽ കാടിന് തീയിട്ടു നമ്മൾ നടക്കുന്ന പാത എങ്ങനെയായിരിക്കും? എപ്പോഴും തെളിഞ്ഞു കിടക്കും. അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ, പുല്ലും ഒന്നും കിളിർത്തിട്ടില്ലാത്തതുകൊണ്ട് ആ പാത എങ്ങനെ തെളിഞ്ഞു കിടക്കും? ബാക്കി ഭാഗത്തായിരിക്കും എന്ത് ചെയ്യുക? കരിഞ്ഞു കിടക്കുക. പിന്നെ എന്താണ്? ചില കടങ്കഥകൾ താളബന്ധിതമാണ്. ഉദാഹരണം ആന കേറാമല, ആട് കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. അപ്പം ആനയും കേറില്ല, ആടും കേറില്ല, ആളും കേറില്ല. അങ്ങനെ ഒരു മലയാണ്. ആ മലയിൽ എന്താണ്? ഒരുപാട് കാന്താരി എന്ത് ചെയ്തിരിക്കുകയാണ്? പൂത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്? ആകാശത്തിലെ നക്ഷത്രങ്ങൾ. നമ്മൾ പറയുമ്പോ ആനയും കേറില്ല, ആടും കേറില്ല, എവിടെ ഏത് മലയാന്ന് നമ്മൾ പെട്ടെന്ന് ആലോചിച്ചു പോകും. 1000 കാന്താരി പൂത്തിറങ്ങി എന്നാ പറഞ്ഞേക്കുന്നത്. കാന്താരിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മുളകിന്റെ കാര്യം ആലോചിക്കും. അതിന്റെ ഉത്തരം എന്താണ്? നക്ഷത്രമാണ്. ഇവിടെ തരങ്കിണിയുടെ താളമാണ്. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ കുഞ്ഞിത്തെയ്യം തുള്ളിത്തുള്ളി. എന്താണ് അതിന്റെ ആൻസർ? അരി തിളയ്ക്കുന്നത് അല്ലെ? ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ്? ചോറ് ഇങ്ങനെ തിളച്ച് പൊങ്ങി വരില്ലേ നമ്മൾ തിളയ്ക്കുമ്പോഴത്തേക്കും? അപ്പൊ അതിനെയാണ് പറയുന്നത് ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോ എന്താണ്? കുഞ്ഞിത്തെയ്യം തുള്ളിത്തുള്ളി. അപ്പൊ അരി തിളച്ചിങ്ങനെ പൊങ്ങി വരുന്നത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കേ. കടങ്കഥയുടെ പാരമ്പര്യത്തിന് അതിപ്രാചീന സംസ്കാരത്തോളം പഴക്കമുണ്ട് സമർത്ഥിക്കുക. കടങ്കഥയുടെ പാരമ്പര്യത്തിന് പ്രാചീന സംസ്കാരത്തോളം പഴക്കമുണ്ട്. ഈജിപ്തിലെ പുരോഹിതന്മാർ കടങ്കഥകളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. കടങ്കഥയുടെ അല്ലെങ്കിൽ പ്രഹേളികയുടെ അതിദേവതയായിരുന്നു സ്ഫിങ്കസ്. വൺ വേർഡ് ആണ്, അണ്ടർലൈൻ ചെയ്യുന്നത്. കടങ്കഥയുടെ അല്ലെങ്കിൽ പ്രഹേളികയുടെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. കടങ്കഥയുടെ അതിദേവതയുടെ പേരെന്താന്ന് ചോദിക്കാം, സ്ഫിങ്കസ് ആണ്. പ്രഹേളികയുടെ അതിദേവത ആരാന്ന് ചോദിക്കാം, സ്ഫിങ്കസ് ആണ്. സ്ഫിങ്കസ് ആരായിരുന്നു എന്ന് ചോദിക്കാം. ഏതാണ്? പ്രഹേളികയുടെ അതിദേവത. ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളോട് ചോദ്യം ചോദിക്കാം. വൺ വേർഡ് ആണ്. മനുഷ്യ ജീവിതത്തെ കുറിച്ച് സ്ഫിങ്കസ് ദേവത ചോദിച്ച കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞത് ഈഡിപ്പസ് സ്ഫിങ്കസിനെ ജയിച്ചെന്ന് യവന പുരാണത്തിൽ പറയുന്നു. അപ്പൊ സ്ഫിങ്കസ് ദേവത ചോദിച്ച കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞതാണ് ഈഡിപ്പസ് ദേവനായിരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുന്നു? യവന പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഭാരതീയരുടെ വേദോപനിഷത്തുകളിലെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രഹേളികയുടെ സാന്നിധ്യമുണ്ട്. രാജാക്കന്മാരോട് ഹൃദുക്കൾ യാഗം നടത്തുന്ന ആചാര്യന്മാർ. അണ്ടർലൈൻ ചെയ്യുന്ന ഹൃദുക്കൾ വൺ വേർഡ്. അത് ചോദിക്കാം, അർത്ഥം ചോദിക്കാം. ഹൃദുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യാഗം നടത്തുന്ന ആചാര്യന്മാരെയാണ് പറയുന്നത്. നമ്മുടെ ആരാണ് ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ യാഗം നടത്തുന്ന ആളുകളെ, പൂജാരിമാരെ നമുക്കറിയാലോ. പിന്നെ ഗൂഢപ്രശ്നങ്ങൾ ചോദിക്കുന്ന ചടങ്ങ് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നു. ഉപനിഷത്തുക്കളിൽ ഇത്തരം കഥകളുണ്ട്.
മഹാഭാരതത്തിലെ യക്ഷ പ്രശ്നത്തിലും കടങ്കഥാപ്രായമായ ഭാഗങ്ങളുണ്ട്. യുദ്ധത്തിൽ വീണുപോയ ഭീഷ്മർ തനിക്കേറ്റത് അർജുന ശാപമാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു: തള്ളയുടെ ഉടൽ പിളർന്നു കിടക്കുന്ന ഞണ്ടിൻ കുഞ്ഞിന്റെ പ്രവൃത്തി പോലെയായി ഇതെന്ന്. എന്നാൽ ഈ ആശയമല്ല പ്രത്യക്ഷത്തിൽ തോന്നുക. ഇപ്പൊ പല ഇതും പറഞ്ഞിട്ടുണ്ട്. പുരാതന ബാബിലോണിലെ ശിശുപാഠ ഗ്രന്ഥത്തിലുള്ള കടങ്കഥയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ആദ്യത്തേത്. തിന്നാതെ തടിക്കുന്നത് എന്ത്? ഇത് മേഘത്തെ കുറിച്ചാണ് പറയുന്നത്. തിന്നാതെ തടിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എന്ത് ചെയ്യും? നന്നായിട്ട് വണ്ണം വെക്കുക. ഇതിനെ കുറിച്ചാണ് പറയുന്നത്, മേഘത്തെ കുറിച്ചാണ്. ബൈബിളിൽ ശാലോമോൻ രാജാവിന്റെയും ഷേബ രാജ്ഞിയുടെയും കടങ്കഥാ മത്സരങ്ങൾ പ്രസിദ്ധമാണ്. നിങ്ങൾക്ക് ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ: തള്ളയുടെ ഉടൽ പിളർന്നു കിടക്കുന്ന ഞണ്ടിൻ കുഞ്ഞ് വിശദീകരിക്കുക. ഇപ്പൊ മഹാഭാരതത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ്, തള്ളയുടെ ഉടൽ പിളർന്നു കിടക്കുന്ന ഞണ്ടിൻ കുഞ്ഞിന്റെ പ്രവൃത്തി പോലെയായി ഇതെന്ന്. അപ്പൊ എന്ത് പറഞ്ഞാൽ ഞണ്ടിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന വഴി എന്ത് ചെയ്യുന്നു? ആ തള്ള ഞണ്ട് എന്ത് ചെയ്യുന്നു? ചത്തുപോകുന്നു. അതിന്റെ തോട് എന്ത് ചെയ്യുക? ഭക്ഷിച്ചാണ് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങൾ അതിൽ നിന്നും തോടിന്റെ വെളിയിലേക്ക് വരുന്നത്. അതോടുകൂടി എന്ത് ചെയ്യുന്നു? ആ ഞണ്ട് ചത്തുപോകണം. അതിന് തിന്നേച്ചാണ്. അപ്പൊ എട്ടുകാലി അതുപോലെയാണ്. എട്ടുകാലിയുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാണ്? അത് വരുന്നതിന് എങ്ങനെയാണ്? വളർന്നു വരുന്നതനുസരിച്ച് അതിന്റെ അമ്മേനെ ശരിയാക്കി വെച്ചാണ് എന്ത് ചെയ്യുക? എട്ടുകാലി കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? പുറത്തേക്ക് വരുന്നത്. പതിനാറാമത്തെ കണ്ടോ? കമ്പളവന്തം നബാദേ ശീതേ. 2 തരത്തിൽ ഉത്തരം എഴുതുന്നത്. 2 തരത്തിൽ അതിന്റെ അർത്ഥം വരുന്നുണ്ട്. ചോദ്യവും ഉത്തരവും ഒരുക്കുന്ന ഒരു കടങ്കഥയാണെന്ന്. ഈ ഭാഗം ചോദ്യമായും ഉത്തരമായും എഴുതാൻ സാധിക്കും. കം ബലവന്തം ന ബാധേത ശീത എന്ന് പിരിച്ചെഴുതിയാൽ ഏത് ബലവാനെ തണുപ്പ് വിഷമിപ്പിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇത് ചോദ്യരൂപത്തിലുള്ളതാണ്. ഏത് ബലവാനെ തണുപ്പ് വിഷമിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ബലമുള്ള നല്ല ആരോഗ്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പും ഇതൊന്നും നമ്മളെ ബാധിക്കില്ല, അല്ലെ? അങ്ങനെ. പിന്നെ കം ബലവന്തം എന്നത് പിരിക്കാതെ ഒന്നിച്ചെഴുതുമ്പോൾ കമ്പിളി അണിഞ്ഞവനെ തണുപ്പ് വിഷമിപ്പിക്കുന്നില്ല എന്ന അർത്ഥമാണ് കിട്ടുക. വാക്കുകൾ പിരിച്ചെഴുതുന്നതിലെ വ്യത്യാസം കൊണ്ട് അർത്ഥത്തിന് വലിയ ഭിന്നത ഉണ്ടാകുന്നതെന്ന് ഓർത്തു വെച്ചാൽ മതി. ഇത് ഈ ഒരു ടൈപ്പ് ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മുടെ കഷ്ടകാലത്തിന് ചോദിക്കില്ല എന്നില്ല. അപ്പൊ ഒന്ന് നോക്കി വെക്കുക. ഇനി ഒരു ചാപ്റ്ററും കൂടെയാണ് നമുക്കുള്ളത്. സബർമതി ദൂരെയാണ്. ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. എക്സാമിന് പോകുമ്പോൾ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പറയും. എന്നാലും ഒന്ന് വായിച്ചു വെച്ചേരെ. എക്സാമിന് ചോദിച്ചാലോ 1 വേർഡുകളൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണേ. നമ്മൾ ഇന്ന് സമയക്കുറവ് കൊണ്ടാണ് എടുക്കാത്തത്. ഇപ്പൊ ചോദ്യം എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പറയാനായിട്ട്. നാടകമാണ്. നാടകത്തിന്റെ ആചാര്യൻ ആരാന്ന് ചോദിക്കാം. നാടകകലയുടെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തെ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണേ. സബർമതി ദൂരെയാണ് ആരുടെ കൃതിയാണ്? ജി ശങ്കരപ്പിള്ളയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ്? ജി ശങ്കരപ്പിള്ളയുടെ പ്രത്യേകത എന്ന് പറയണേ, പേജ് നമ്പർ 281 എന്ന് നോക്കിക്കേ. 281ാമത്തെ പേജ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കലകളിൽ ഒന്നാണ് നാടകം. സാഹിത്യം, സംഗീതം, നൃത്തം തുടങ്ങിയ വിഭിന്നങ്ങളായ കലകളുടെ സമന്വയമാണ് നാടകത്തിലുള്ളത്. നാടകത്തിന്റെ ജീവൻ സംഘർഷമാണ്. സംഭാഷണത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ആവും ആ സംഘർഷങ്ങളെ സൃഷ്ടിക്കുക. ഇത്തരം ഏറ്റുമുട്ടലുകൾ കഥാപാത്രങ്ങളിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് നാടകത്തിൽ സംഭാഷണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നാടകങ്ങളിലെ ഹ്രസ്വരൂപമാണ് ഏകാംഗ നാടകങ്ങൾ. അണ്ടർലൈൻ ചെയ്യണേ. നാടകത്തിലെ ഹ്രസ്വരൂപത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചുരുക്കരൂപം കേട്ടോ. ഏകാംഗ നാടകങ്ങൾ ഒരു രംഗ പശ്ചാത്തലത്തിൽ കുറച്ച് കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് ഏകാംഗ നാടകം രചിക്കുന്നത്. മലയാളത്തിലെ അറിയപ്പെടുന്ന നാടക കർത്താവാണ് ജി ശങ്കരപ്പിള്ള. മലയാള സാഹിത്യ ചരിത്രം എന്ന കൃതി, മലയാള നാടക സാഹിത്യ ചരിത്രം എന്ന കൃതി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പം മലയാളത്തിലെ അറിയപ്പെടുന്ന നാടകകർത്താവിന്റെ പേരെന്താന്ന് ചോദിക്കാൻ ജി ശങ്കരപ്പിള്ളയാണ്. മലയാള നാടക സാഹിത്യ ചരിത്രം എന്ന കൃതി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഇതും കൂടെ എടുക്കാത്തത്. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. അപ്പോൾ എക്സാം അതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കിയേക്കണേ. ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കണേ. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയാലും മതി. നിങ്ങൾക്ക് ഒന്ന് നമ്മൾ റിവിഷന്റെ സമയത്തൊക്കെ പറഞ്ഞു പോകുന്നതാണ്.
ഒന്ന് നോക്കി വെച്ച് നന്നായിട്ട് എക്സാം എഴുതണം. എക്സാം ആരും എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയിരുന്ന ക്വസ്റ്റ്യൻ എല്ലാം അറ്റൻഡ് ചെയ്യുക. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അത് വേറെ ഒരു ലെവല്. എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം എഴുതുക. പേജ് ഒരു 6 പേജെങ്കിലും നിങ്ങൾ മിനിമം അത്രയാണ് പറയുന്നത്. 6 പേജിലെങ്കിലും എഴുതാൻ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് എളുപ്പമുണ്ട് എഴുതാനായിട്ട്. അപ്പൊ ശീലിക്കാൻ സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം പറയും, ആ സമയത്തിനുള്ളിൽ എഴുതിയിട്ടാൽ മതിയില്ല. അപ്പൊ അതിനനുസരിച്ച് എഴുതി ശീലിക്കുക. നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിരിക്കണം. 1 പേജ് 1.5 പേജ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കരുത്. എഴുതുന്നത് വൃത്തിയായിട്ട് എഴുതണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഏത് ബ്രാഞ്ചാണോ ബ്രാഞ്ചിന്റെ പേര് കൃത്യമായിട്ട് എഴുതിയിരിക്കണം കേട്ടോ. ആ 2 കൃത്യമായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് മാർക്ക് ഇട്ടിട്ട് ഓരോ സെന്ററിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓർത്ത് വെച്ചോണം. 10-ാം തീയതി എക്സാം ഉള്ളതാണ്. നന്നായിട്ട് വായിച്ച് പഠിച്ച് എക്സാം എഴുതുക. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യനും ഒഴിവാക്കിയേക്കരുത്. അറ്റൻഡ് ചെയ്തോളൂ. തെറ്റിക്കോട്ടെ, അത് കുഴപ്പമില്ല. തെറ്റൊക്കെ നമുക്ക് സാധാരണയായിട്ട് വരുന്നതാണ്. തെറ്റ് വന്നാലേ നമ്മൾ ശരിയിലേക്ക് പോവുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തേക്കുക കേട്ടോ. അങ്ങനെ ഒന്ന് എഴുതി ശീലിച്ചേച്ച് എല്ലാവരും നന്നായിട്ട് എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you, all of you. Thank you. Thank you.